അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം
കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേര് നമ്മുടെ ഡെയിലി ബ്രെഡിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവർ പലരും ഡെയിലി ബ്രെഡ് റെഫർ ചെയ്യുന്നുണ്ട്. ഇന്നലെയും കൊണ്ട് ഒരാൾ റെഫർ ചെയ്തു. എന്നുവെച്ചാൽ അവർക്ക് ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ ഇടയ്ക്ക് പറയാറില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലുമായിട്ട് ആ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് കൂടുകയും അതിൻ്റെ പ്രാർത്ഥനയുടെ ആശീർവാദത്തിൻ്റെ സമയത്ത് ആ സ്ഥലത്ത് നിങ്ങൾ പോയി ആ സ്ഥലത്തെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ അങ്ങനെ ഒരു സാക്ഷി നല്ല വന്നത് എന്താ വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് അവർക്ക് പല തടസ്സങ്ങളും പല ശത്രുതയും കാരണം പലരുടെയും ശത്രുത കാരണം ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. 8 ദിവസം ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച ആ സമയത്ത് 8 ദിവസങ്ങൾക്കുള്ളിൽ തടസ്സം മാറി ഒരു ഗേറ്റ് വെച്ച്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് നമ്മുടെ ഇപ്പം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നിയെന്നാണ് പറയണത്? കരുതൽ തോന്നി അല്ലേ? അവരുടെ അനുകമ്പയാണ് തോന്നിയത്. അത് വായിച്ചത് മത്തായി 9:36. മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ അതായത് ദൈവത്തിന് നമ്മളോട് അനുകമ്പ തോന്നുമ്പോൾ തന്നെ ആ ലൈഫ് സിറ്റുവേഷൻ ചേഞ്ചാകുകയാണ്. എന്താണ്? അവിടെ വിശപ്പ് മാറി, അവിടെ വിശപ്പ് അന്വേഷിക്കാനും കേൾക്കാനും തിരക്കാനും ഒക്കെ ഒരാളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു ഇൻ്റർലോക്ക് വചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്താൽ ഉടനെ ദൈവം അത് പറഞ്ഞില്ലെങ്കിലും പ്രതീക്ഷിക്കണം. എന്താണെന്ന് വെച്ചറിയാം, അത് മറിച്ച് നമ്മളും ചെയ്യണമെന്നാണ്. പക്ഷെ അത് ഭയങ്കര ദൈവം ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മറിച്ച് പരസ്പരമാണ് ഈ വിഷയം. അതായത് നമ്മളും അതുപോലെ ചെയ്യണമെന്നാണ്. അതല്ലേ, നീയും പോയി അതുപോലെ ചെയ്യാനൊക്കെ ഈശോ പറയത്തില്ലേ? അതിനടുത്ത് ലൂക്ക 10:37. ലൂക്ക 10:37. യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പം ദൈവം ഉദ്ദേശിക്കണത്, ദൈവം എന്തെങ്കിലും എന്ത് വചനം പറഞ്ഞാൽ നമ്മളത് കേൾക്കുക മാത്രമല്ല, നമ്മൾ തിരിച്ച് മറ്റുള്ളവരോടും. എൻ്റെ പേര് ഷൈജി, ഞാൻ ചാലക്കുടി മേട്ടിപ്പാടം ഇടവാംഗമാണ്. ഇതെൻ്റെ 2ാം സാക്ഷ്യമാണ്. 2018 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2022 ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് 2022 അവിടെ നിന്ന് അവസാനിപ്പിച്ച് പോന്നു കോവിഡ് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് OET എഴുതാനും UK പോകാനുമുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് എക്സാം എഴുതി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ആവശ്യമായ സ്കോറൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ ഉടമ്പടിയിലായിരുന്നു. 2ാം പ്രാവശ്യം പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്തു, എഴുതി. അപ്പോൾ 2ാം പ്രാവശ്യം എക്സാമിന് പോകുമ്പോഴും ഈ ഉടമ്പടി കാശുരൂപവും എല്ലാ നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പോയത്. നേർച്ച ഉപ്പും എല്ലാം കയ്യിലെടുത്ത് തന്നെയാണ് പോയത്.
അവിടെ ചെന്നപ്പോൾ എക്സാമിന് പോയപ്പോൾ റൈറ്റിങ്ങും എല്ലാം ഓക്കെ ആയിരുന്നു. സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സാമിന് വന്ന അതേ എക്സാമിനർ തന്നെ എനിക്ക് സെക്കൻഡ് എക്സാമിനും കിട്ടി. അപ്പോൾ കണ്ടപ്പോഴേ ആൾ പറഞ്ഞു, നമ്മൾ മുന്നേ കണ്ടതാണല്ലോ, പക്ഷേ ആൾ ഒത്തിരി നെർവസ് ആയിരുന്നു എക്സാമിൻ്റെ സമയത്ത്. മുന്നത്തെ കുട്ടിയുടെ സ്പീക്കിങ്ങിൻ്റെ റെക്കോർഡിംഗ് ഒന്നും റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഒത്തിരി നെർവസ് ആയിട്ട് ഒത്തിരി പ്രോബ്ലം ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പക്ഷേ ആൾ ലിസൺ ചെയ്യുന്നില്ല, എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു, എഴുതുന്നു. അതെല്ലാം എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ വി വിൽ സി യു നെക്സ്റ്റ് ടൈം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്, നമുക്ക് വിൽ സി യു നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ ഇറങ്ങി അപ്പോൾ തന്നെ ഞാനൊരു നേർച്ച പോലെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുക്കും, എനിക്ക് ഈ എക്സാമിൽ പാസ്സായേ പറ്റൂ. അങ്ങനെ ഞാൻ 2023 ജപമാല റാലിയിൽ ആദ്യമായിട്ട് പങ്കെടുത്തു. അപ്പോൾ എക്സാം ഓൾറെഡി ഞങ്ങൾ ഒത്തിരി പേര് കൂടിയാണ് പോയത് എക്സാം എഴുതാൻ. അപ്പോൾ അവർക്കെല്ലാം നല്ല എളുപ്പമായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഹാപ്പി. ഞാൻ മാത്രം ഈ സ്പീക്കിങ്ങിന് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ മാത്രം വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം പാസ്സായി, അവരെല്ലാം സ്പീക്കിങ്ങിനെല്ലാം അവർക്ക് ആവശ്യമായ സ്കോറിങ് കിട്ടിയില്ല. അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനത് പാസ്സായതും. ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്കറിയില്ല, വിത്തിൻ 1 month ഇൻ്റർവ്യൂ കഴിയുന്നു, വിത്തിൻ 24 hours എനിക്ക് എല്ലാം റെഡി ആവുന്നു. 1 month ടിക്കറ്റും വിസയും എല്ലാം വരുന്നു പോകുന്നു. ഡിസംബറിൽ ഒരു 1 month ടൈം, ജനുവരി 1st week ഞാൻ UK പോകുന്നു. UK ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓസ്കി എക്സാം ഉണ്ട്. അതിനും ഞാൻ വെഞ്ചിരിച്ച ഉപ്പും എല്ലാം കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ എക്സാമിൻ്റെ സെൻറ്ററിൽ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആരും ചവിട്ടാതെ ഒരു സൈഡിലായിട്ട് ഇട്ട് പ്രാർത്ഥിച്ചു. ഇനി എനിക്ക് എക്സാമിന് വരാൻ ഇടവരുത്തത്, എനിക്ക് പാസ്സാകണം എന്നും പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളും കാശുരുപ്പൊക്കെ എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് അതിലും പാസ്സായി. പിന്നീട് 2024 ഞാൻ 23 ജപമാല റാലിക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. 24 ഞാൻ ജപമാല റാലിക്കായിട്ട് 10 ദിവസത്തിനായിട്ട് ഇങ്ങോട്ട് വന്നു. ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചു. UK പോയിട്ട് 1 വർഷമായിട്ടുള്ളൂ. എന്നാലും ഒരു വീട് വാങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിനായിട്ട് ഞാൻ നിയോഗം വെച്ചു. വീട് 2025 തന്നെ ഞാൻ കുറേ വീടുകൾ പോയി കാണുന്നു. പോകുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കളെല്ലാം കയ്യിലെടുത്ത് പോകുന്നത്. പ്രാർത്ഥിച്ച് തൈലം ചെല്ലുമ്പോഴേ ഡോറിൽ ഞാൻ വരയ്ക്കും, കുരിശ് വരയ്ക്കും, പ്രാർത്ഥിക്കും. എനിക്ക് നല്ലതിനാണെങ്കിൽ മാത്രം ഈ വീട് തന്നാൽ മതി. അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം പോയി കണ്ടു. എന്തോ ചെന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വീട്. അവർ പറഞ്ഞ വിലയേക്കാളും കൂടുതൽ ഞാൻ ചോദിച്ചു. അവരെനിക്ക് അപ്രൂവ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടും എനിക്ക് ഡൗട്ടായി, ഈ വീട് തന്നെ നല്ലതാണോ, എടുക്കണോ എന്നൊക്കെ. പിന്നീട് രണ്ടാമതും ഞാൻ ഒരു വ്യൂവിങ്ങിന് ചോദിക്കാം, നമുക്ക് ചോദിക്കാം വീട് കാണാനായിട്ട്, വീവിങ്ങിന് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം, ഈ വീട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്നുള്ളൊരു അനുഗ്രഹം, അടയാളം എനിക്ക് കാണണം. പിന്നീട് ഞാൻ 2ാം പ്രാവശ്യം വീട് കാണാൻ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അവിടെയുള്ള പെയിൻ്റ് എല്ലാം കയറി ചെല്ലുന്നത് ഗ്രേ കളറ്, ബെഡ്റൂം ബ്ലൂ കളറ്, മാസ്റ്റർ ബെഡ്റൂം ബ്ലൂ കളർ, ജസ്റ്റ് വൈറ്റ് ഗ്രേ ബ്ലൂ, ആ 3 പെയിൻറ്റ് മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു, ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ വീട് തന്നെയാണ്. അങ്ങനെ ആ വീട് ഞങ്ങൾ കൺഫേം ചെയ്തു, വീട് വാങ്ങി. മെയ് മാസം എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റിൻ്റെ അന്നാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ്, പ്രതീക്ഷിച്ച് കയറിയതല്ല, വീട് കിട്ടുകയും അവിടെ താമസിക്കുകയും അത് മാതാവിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നത്തെയാണ് ഞാൻ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാനായിട്ട് UK ചെയ്യുന്നത്. 2 പ്രാവശ്യവും ഫെയിലായി. 3ാം പ്രാവശ്യവും എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് തന്നെയാണ് പോകുന്നത്. 3ാം പ്രാവശ്യവും പോയി ഞാൻ പ്രാർത്ഥിച്ചു, ഈ പ്രാവശ്യം എനിക്ക് പാസ്സായേ പറ്റൂ. എനിക്ക് ഡ്രൈവിങ് ഇവിടെ നാട്ടിൽ ചെയ്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പം 3ാം പ്രാവശ്യം പോയപ്പോഴും ഞാൻ വെഞ്ചിരിച്ച ഉപ്പെല്ലാം എടുത്ത് സീറ്റെല്ലാം ഇട്ട് കയ്യിൽ ഞാൻ നമ്മുടെ ഒരു കൊന്തയുണ്ടല്ലോ, കുഞ്ഞു കൊന്ത, അതെല്ലാം ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിൻ്റെ മടിയിലിരുന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, മാതാവ് വേണം വളയം പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ നല്ലൊരു എക്സാമിനർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. നല്ലൊരു കൂളായിട്ടുള്ളൊരു എക്സാമിനർ, ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്തു. എനിക്ക് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒത്തിരി 10ഉം 15ഉം പ്രാവശ്യമൊക്കെ എഴുതിയിട്ടും ഫെയിലാവും. നല്ല ഒത്തിരി എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് കിട്ടിയത് ഞാൻ ഒത്തിരി അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. പിന്നീട്
പിന്നെ ഒരു രോഗസൗഖ്യം കിട്ടിയ ഒരു അനുഗ്രഹം അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരു ബാക്ക് പെയിനോ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ 2025 എല്ലാ വർഷവും ജപമാല റാലിയുടെ സമയമാകുമ്പോൾ എനിക്ക് പോരണമെന്നൊരാഗ്രഹമുണ്ട്. ഓഗസ്റ്റ് മാസമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബാക്ക് പെയിൻ നടക്കാൻ പറ്റാതെ ഒരു 1 വീക്ക് അത് പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ അപ്പോൾ ജപമാല റാലിക്ക് വരാമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പെയിനായിട്ട് എനിക്ക് ഒത്തിരി നടക്കാനൊക്കെ പറ്റാതായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കും, തൈലം പറ്റും പ്രാർത്ഥിക്കും. എന്നാലും ഉടമ്പടി പ്രാർത്ഥനയോ ധ്യാനമോ ഒന്നും ഞാൻ മുടക്കാറില്ല. ഇത് 2018 തൊട്ട് ഞാൻ ധ്യാനങ്ങളെല്ലാം മുടക്കാതെ തന്നെ കാണുന്നുണ്ട്, പ്രാർത്ഥനയും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു തോന്നുവാണ്, ഹസ്ബൻഡിനെ വിട്, നിൻ്റെ ബാക്ക് പെയിൻ മാറും. അങ്ങനെ ഒത്തിരി പ്രാവശ്യം എനിക്ക് തോന്നിയതാണെന്ന് വിചാരിക്കും. പിന്നെയും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ജപമാല റാലിക്ക് പോകണം, എന്നാലേ എൻ്റെ ബാക്ക് പെയിൻ മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പോകുന്നത്, ഇത്രയും ദൂരം നടക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ. പിന്നീട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, ടിക്കറ്റ് എടുത്തു, ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്ത് അന്ന് വൈകിട്ടും എനിക്ക് പെയിനുണ്ട്. ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പോഴും ഞാൻ വിളിക്കും, ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും പെയിനുണ്ട്. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്ത് എനിക്കിപ്പോൾ തുടങ്ങി ആ പെയിൻ എവിടെ പോയെന്നോ ഇതുവരെ ഇപ്പോൾ 1 വർഷമാവാനല്ലേ പോകുന്നത്, ഇതുവരെ എനിക്ക് ആ പെയിൻ പിന്നെ വന്നിട്ടില്ല. അവിടെ MRI ചെയ്തു, ഡിസ്കിന് മൾട്ടിപ്പിൾ പ്ലേസസ് ഡിസ്ക് പ്രോലാപ്സ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, എമർജൻസി ഫിസിയോതെറാപ്പി. പക്ഷേ എനിക്ക് അവർ ഫിസിയോതെറാപ്പിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ജപമാല റാലി കഴിഞ്ഞതിന് ശേഷമാണ്. അവർ ടെസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രശ്നം അവർ കാണുന്നില്ല, അവർ ഫിസിയോതെറാപ്പിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നു. അവർ പറഞ്ഞ MRI റിസൾട്ട് വെച്ചിട്ട് ഒരു പെയിനും ഇല്ലയെന്ന് പറയുന്നത് അത്ഭുതം തന്നെ, അവർ അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതുവരെ പിന്നെ എനിക്ക് ആ പെയിൻ വന്നിട്ടില്ല, അത് ഭയങ്കരമായിട്ടൊരു അത്ഭുതമാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നേർച്ച വസ്തുക്കളിൽ കൂടും പ്രാർത്ഥനകളിൽ കൂടും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാവുന്ന വിധത്തിലെല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കാണുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന അനുഗ്രഹം കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷം വരുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് അവർക്ക് മാതാവിനെ കുറിച്ച് പറയുകയും ഇവിടെ വന്ന് അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അതുപോലെ ഇതുവരെ മാതാവും ഈശോയും കൂടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 63-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷൈജി ഷാജു ചാലക്കുടി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഷൈജിയുടെ അനുഭവസാക്ഷി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. വാക്കുകളിൽ ഇപ്രകാരം പ്രകടമായിരുന്നു: ഞാൻ ഉടമ്പടിയിൽ ആയതുകൊണ്ട് യാതൊരുവിധ ഭയവുമില്ലായിരുന്നുള്ളത്. കാരണം OET പാസ്സാകുവാനും UK പോകുവാനൊക്കെ സാധിക്കുക ചെയ്തത് അത് പൂർണ്ണമായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ആദ്യ തവണ ഫെയിലാകുമെങ്കിലും അത് ഞാൻ ഉടമ്പടിയിലാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഉടമ്പടി ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് 2ാമത് എക്സാമിലാണെങ്കിലും സ്പീക്കിങ്ങിൽ ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിൽ അവന്ന് ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും UK തനിക്കൊരു നല്ല ഭവനം വാങ്ങുവാനും, കാരണം ആ ഭവനം വാങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. എന്നാലത് പരിശുദ്ധ അമ്മയുടെ ഗ്രേ കളറും അതുപോലെ തന്നെ ഉള്ളിലുള്ള മറ്റു കളറൊക്കെ അതിനോടുള്ള അടയാളങ്ങളും സൂചനയുമായിട്ട് പരിശുദ്ധ അമ്മ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യം, കാരണം അത് ചുമറാലിയൊക്കെ പങ്കെടുക്കുമ്പോഴാണെങ്കിലും അതിനെ തുടർന്നാണെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ എന്നാൽ പെട്ട ദിവസങ്ങൾ തന്നെ അത് പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കടന്നു പോകണമെന്ന് പറഞ്ഞിരുന്നതാണെങ്കിലും പക്ഷേ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ ഒരു വലിയ രോഗസൗഖ്യം നൽകി ഷൈജിയെ പരിശുദ്ധം അനുഗ്രഹിക്കുക ചെയ്തു. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും വലിയ വലിയ അനുഗ്രഹങ്ങളാൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട്
എൻ്റെ പേര് ഷീന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കമ്പലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ. എനിക്ക് അമ്മ മാതാവും തിരുകുമാരനും തന്ന വലിയ ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് 10 വർഷം, എനിക്ക് ആദ്യത്തെ മോനുണ്ടായിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും ഇനി ഒരു കുഞ്ഞില്ലായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം ഞാൻ കൺസീവ് ആയിട്ടുണ്ടെങ്കിലും അബോർഷനായി പോവുകയാണ് ചെയ്തിരുന്നത്. 2ാമത്തെ പ്രാവശ്യം അബോർഷനായി പോയപ്പം ഡോക്ടർ എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് AMH നോക്കിയപ്പം, അതായത് എഗ്ഗിൻ്റെ ക്വാളിറ്റി നോക്കിയപ്പം 0.9 ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ എനിക്ക് IVF ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് IVFന് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമത്തോടെ സൗദിക്ക് തിരിച്ചു പോയി. അവിടെ ചെന്ന് അവിടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ചും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അവൾ പറഞ്ഞു, നമുക്ക് എത്ര അസാധ്യമായ കാര്യവും അവിടെ ചെന്ന് അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പം നമുക്ക് ആദ്യം തന്നെ കൃപാസനത്തിൽ പോകണം, നമുക്ക് അമ്മ മാതാവ് കുഞ്ഞിന് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 2-ാം തീയതി, ഞാൻ ജൂലൈ ലാസ്റ്റാണ് ഇവിടെ നാട്ടിലെത്തിയത്. ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ ഹസ്ബൻഡിനെയും എൻ്റെ മൂത്ത മോനെയും കൂട്ടി ഞാനിവിടെ വന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ ക്ലാസ്സിന് കയറിയപ്പോൾ അവിടുന്ന് എനിക്ക് അമ്മേൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തായിരുന്നു. നല്ല മുല്ലപ്പൂവിൻ്റെ മണം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മോന് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും അനിയനും അനിയത്തിയും ഒക്കെ ഉള്ളപ്പം, കളിക്കാനൊക്കെ ആളുള്ളപ്പം അവന് മാത്രം ആരുമില്ലാന്ന് അവൻ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പരാതി പറയുമായിരുന്നു. അതൊക്കെ ആയപ്പം ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സങ്കടത്തോടെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് തിരിച്ചു പോയി. അവിടെ വീട്ടിൽ ചെന്നിട്ട് എപ്പോഴും ഉടമ്പടി പറഞ്ഞിരിക്കുന്ന പോലെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉടമ്പടി ജീവിതത്തിൽ പോവുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. എനിക്കെന്തോ ഉറക്കം വരുന്ന പോലൊക്കെ തോന്നി. ഞാനങ്ങനെ ബെഡിൽ കയറി കിടന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ എനിക്ക് കറണ്ട് അടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ കണ്ണ് തുറന്നപ്പോഴും എനിക്കൊരു 1-2 മിനിറ്റ് അതേ ഫീൽ തന്നെയാണ് തോന്നി. എനിക്ക് ശരീരം ഫുള്ള് വൈബ്രേറ്റ് ആവുന്ന പോലെ. പിന്നെ അതങ്ങ് പോയി. പക്ഷേ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് വന്നതാണ്, അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പിന്നെ എനിക്ക് അമ്മ മാതാവ് 8 എന്നുള്ള ഒരക്കം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 2-ാം തീയതി സെപ്റ്റംബർ 8 എന്നുള്ള അക്കം അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 8-ന് ഞങ്ങൾ ഹിന്ദു ഫാമിലിയാണ്. അന്ന് രാവിലെ എനിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ മാതാവിനെ അങ്ങനെ ഞാൻ കൂടുതലും ഈശോയോടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ പറയുക. എന്ത് കാര്യത്തിനും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടേ ഒക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെയായിരുന്നു. അന്ന് ഞാൻ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനങ്ങനെ മാതാവിലൂടെ ഈശോയെ സ്നേഹിക്കാൻ പഠിച്ചു. അതുവരെ ഞാൻ ഈശോയായിരുന്നു കൂടുതൽ സ്നേഹിച്ചിരുന്നത്, കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ മാതാവിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കാൻ പഠിച്ചു. പിന്നെ അങ്ങനെ ഞാൻ തിരിച്ച് ആ മാസം ലാസ്റ്റ് തന്നെ ഞാൻ തിരിച്ച് സൗദിക്ക് പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് ആദ്യത്തെ മോനുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്ക് വോമിറ്റിങ്ങും നല്ല ക്ഷീണവും, അങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അത് കാരണം റിസൈൻ കൊടുക്കേണ്ടി വന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് അതും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. അത്രമേൽ എനിക്ക് കടബാധ്യതകളുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം എനിക്ക് അതുപോലൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ റിസൈൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ
അങ്ങനെ എനിക്ക് സഹിക്കാവുന്ന രീതിയിൽ എനിക്ക് തരാവുകയും എൻ്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വോമിറ്റിങ് കാര്യങ്ങളും മറ്റ് ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊക്കെ സഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിനോട് പറയുമ്പം എനിക്ക് വേഗം അതൊക്കെ മാറ്റി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ 30 പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾക്ക് ഞാൻ കൃപാ മരിയ എന്ന് പേരിട്ടു. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും, കൊടാനുകോടി നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ജീവിതകാല അവസാനം വരെ എനിക്ക് അമ്മ മാതാവുമായിട്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറയുന്നൊന്നും എനിക്കൊന്നും സഹായിച്ചു തരണമെന്നൊന്നും ഇല്ല. പക്ഷേ ഈശോയും അമ്മയും അമ്മ മാതാവും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരിത്, അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അഥവാ ഈ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അത്രമേൽ അമ്മ മാതാവ് ഈശോയും ആ കൂടെയുള്ള ആ ഫീല്, അത് വേറെ ഒരിത് തന്നെയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം ഞങ്ങളുടെ വീടിനടുത്തും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഞാനിത് കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ആര് ഇച്ചിരി നേരം വന്നിരുന്നാലും ഞാൻ അവരോടൊക്കെ ഈശോയെയും മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാ മാസവും എൻ്റെ മാസ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും ഞാൻ അവർക്കൊക്കെ എന്നെ കഴിയാവുന്നതുപോലെ ഞാൻ എല്ലാവരെയും സഹായിച്ചിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസീൻ്റെ സമയത്ത് വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പ്രീടേൺ ഡെലിവറി, കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡേഷൻ, കുഞ്ഞിന് വളർച്ചക്കുറവും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത, ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എൻ്റെ യൂട്രസിൽ ഏറ്റവും സേഫായി എടുത്ത് കുഞ്ഞിനെ വെക്കണേ. ആ കുഞ്ഞിന് എനിക്ക് 38 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഏജും എൻ്റെ ഫൈബ്രോയിഡ്സിൻ്റെ ഇതും മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാതെ ഏറ്റവും ഒരു കുറവും കൂടാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് തിരുകുമാരനും കോടാനുകോടി നന്ദി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സിയോൻ വാസികളെ തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷീന കാസർഗോഡ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഷീനയുടെ വാക്കുകളിൽ തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കൊണ്ട് സാധിക്കും. പരിശുദ്ധ അമ്മയിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഷീനയെ ഇയാൾ താരക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് നിർത്തുക. തൻ്റെ കൂട്ടുകാരിലൂടെ ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും ആദ്യത്തെ ഒരു കുഞ്ഞിന് ശേഷം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് 10 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതിനിടയിൽ 2 തവണ കൺസീവായെങ്കിലും അത് അബോർഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. തുടർന്ന് തന്നെയാണെങ്കിലും ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള പരിശുദ്ധം ഒരു വലിയ അനുഗ്രഹമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഇവിടെ വരികയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഇവർക്ക് ഒരു നല്ല പെൺകുഞ്ഞിന് കൃപാമരിയ എന്ന പേര് നൽകുകയും ആ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും പലതരത്തിലുള്ള കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാകാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും പൂർണ്ണമായ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകിയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തത്. കാരണം തൻ്റെ ജീവിത മാതൃകയായ ജോലി കൂടി നഷ്ടപ്പെടുന്നുള്ളൊരു അങ്കലാപ്പ് കൂടെ ഷീനയ്ക്കുണ്ടായിരുന്നല്ല. പരിശുദ്ധമ്മ അതിലൊന്നും പ്രശ്നങ്ങളും വരാതെ കണ്ട് തന്നെ ഇവർക്ക് അനുഗ്രഹമായിട്ട് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ
ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും പരിശുദ്ധ അമ്മ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമേ എന്ന്. പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഫാബിയൻ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14 ജൂലൈ 2022 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന നിയോഗം എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബിടെക് പഠിച്ചിട്ട് 4 വർഷത്തിന് ശേഷമാണ് മാസ്റ്റേഴ്സ് പഠിക്കാൻ തീരുമാനിച്ചത്. 4 വർഷമല്ല, 5 വർഷത്തിന് ശേഷം. അപ്പോൾ എനിക്ക് ഡൗട്ടുകളുണ്ടായിരുന്നു, ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ, 5 വർഷം ആയില്ലേ, പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാനൊരു എന്താ പറയുക, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നുമല്ല. എൻജിനീയറിങ് പഠിച്ചു, സിവിൽ എൻജിനീയറിംഗിലാണ് പഠിച്ചത്. ഒരു ആവറേജ് മാർക്കാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷൻ അല്ലേ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് നല്ല മാർക്ക് കിട്ടണേ എന്നുള്ള നിയോഗം ഞാൻ വെച്ചത്. അപ്പോൾ അതുവഴി ഞാൻ പരീക്ഷകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഒപ്പം കാശ് രൂപമായിട്ട് ആയിരിക്കും ഞാൻ പോവുക. അപ്പോൾ അതുവഴി എനിക്ക് 1.33 ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ 1.0 to 5.0 ആണ് ഗ്രേഡിംഗ് സിസ്റ്റം. അതിൽ 1.0 എന്ന് പറയുന്നത് ടോപ്പാണ്. അതിൽ ത്രൂ ഔട്ട് മാസ്റ്റേഴ്സിന് മൊത്തം ആവറേജ് 1.33 ഗ്രേഡ് എനിക്ക് കിട്ടി. അതുമൂലം ഞാൻ ക്ലാസ്സിലെ ടോപ്പറും കൂടിയായി. ബിടെക്കിൽ ആവറേജ് ആയിരുന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് മാസ്റ്റേഴ്സിന് ഒരു ടോപ്പർ സ്ഥാനത്തേക്ക് എനിക്ക് കിട്ടിയത്. 2, ഈ കോഴ്സിന് സിംഗപ്പൂരിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഇതൊരു ഫീസുള്ളൊരു കോഴ്സായിരുന്നു. വളരെ ഹൈ ഫീസായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് 2 പേരും റിട്ടയർഡാണ്. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആവശ്യം ഇതിന് സ്കോളർഷിപ്പ് കിട്ടണേ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് 5ഓളം സ്കോളർഷിപ്പിലൂടെ 17 ലക്ഷത്തോളം രൂപ എനിക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടി. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകൾ മൂലമാണെന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. 3, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സിംഗപ്പൂരിലാണ്. സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ ജോലി കിട്ടൽ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുമായിരുന്നു. സിംഗപ്പൂർ ഗവൺമെൻറ് അവിടുത്തെ സിറ്റിസൺസിനെ പ്രിഫർ ചെയ്യുന്നൊരു സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വഴി ജർമ്മനിയിലേക്ക് എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ, കോഴ്സ് മാറലല്ല, സെയിം കോഴ്സ് തന്നെ അവിടെ പാരൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തു. ജർമ്മനിയും സിംഗപ്പൂർ പോലെ ഏകദേശം സിമിലർ ആയിരുന്നു. അവിടുത്തെ ഡിഫിക്കൽട്ടീസ് വേറെ തരമായിരുന്നു. അവിടെ ജർമ്മൻ ഭാഷ വേണം. എൻ്റെ മനസ്സിൽ ഞാൻ ഈ മാസ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പുതിയൊരു ലാംഗ്വേജ് പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പോയത്. അതുകൊണ്ടിട്ടാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള സിംഗപ്പൂരിലേക്ക് തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കൺട്രിയാണ് ജർമ്മനി. അവിടെ എത്തപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ജോലി കിട്ടാൻ ജർമ്മൻ വേണം. അതുകൂടാണ്ട് അവിടെ എക്സ്പീരിയൻസും വേണം. നാട്ടിലെ എക്സ്പീരിയൻസിന് യാതൊരുവിധ വാല്യൂ ഇല്ല. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് ഫസ്റ്റ് ഇയർ തന്നെ കുറേ എക്സ്റ്റേണൽ ഹെൽപ്പുകളോടുകൂടി എനിക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ജോബ് ആയിരുന്നില്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടുത്തെ നമ്മൾ വിഷയമാണോ പഠിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണ് ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ് ആവുക. അപ്പോൾ എൻ്റെ ഈ കുറേ ഹെൽപ്പുകൾ കാരണം എനിക്ക് എൻ്റെ ആദ്യത്തെ പാർട്ട് ടൈം ജോലി ഞാൻ പഠിക്കുന്ന വിഷയത്തിൻ്റെ അതേ മേഖലയിൽ തന്നെ എനിക്ക് ഒരു ജോലി റെഡിയായി. അവിടെ ജർമ്മനിയിൽ വർക്കിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ ഒരു പ്രൊഫഷണൽ കമ്പനിയുടെ പാർട്ടായിട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതുകൂടെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പേടിയായിരുന്ന ജർമ്മൻ ഭാഷയും ഞാൻ പഠിച്ചു തുടങ്ങി. ഒരു ഇൻട്രസ്റ്റും എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു വർഷത്തിന് മുന്നേ എനിക്ക് ആ ഒരു പുതിയ ഭാഷ പഠിക്കാനൊരു ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു എക്സ്റ്റേണൽ ഒരു പുഷ് ഉണ്ടായിരുന്നു.
അപ്പോൾ അത് പഠിച്ചു. ഓരോ സെമസ്റ്ററിലും ഓരോ ലെവൽ വീതം A1 മുതൽ ഒരു B2 വരെ ഞാൻ പയ്യെ പഠിച്ചു. പക്ഷേ എന്നിരുന്നാലും ഇത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. യൂണിവേഴ്സിറ്റി സബ്ജക്റ്റുകളുടെ അതൊരു പ്രൊഫഷണൽ ഒരു കോഴ്സ് ആയിട്ടല്ല ഞാൻ പഠിച്ചത്. അപ്പോൾ പൂർണ്ണമായിട്ട് B2 ലെവലൊന്നും ഞാൻ എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഗ്രാമർ ജർമ്മൻ ഭാഷ പഠിക്കുന്നവർക്ക് അറിയാം, അത് കുറച്ച് ബുദ്ധിമുട്ടേറിയൊരു സംഭവമാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളും കൊണ്ട് ബേസിക്കായിട്ടുള്ള കോൺവെർസേഷൻസും മനസ്സിലാക്കലും എനിക്ക് പോസിബിളായിട്ട് വന്നു. അപ്പോൾ ഇനി ഞാൻ പഠിച്ചിറങ്ങി 1.33 ഗ്രേഡോടുകൂടി പഠിച്ചിറങ്ങി. ഇനി ജോലി അന്വേഷിക്കാനുള്ള സമയമായി. ഈ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഫ്ലുവൻറ്റ് ജർമ്മൻ അത്യാവശ്യമാണ്. ഞാനപ്പോൾ 4ഓളം ഇൻ്റർവ്യൂവിലിരുന്നു. ഈ അവസാനം 4ാമത്തെ ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ഒരു ജോലി കിട്ടിയത്. അവിടുത്തെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ ഈ കമ്പനിയിൽ നിന്ന് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പിന്നീട് വായിച്ചപ്പോഴാണ് അവിടെ C1 ലെവൽ ജർമ്മൻ, C1 എന്ന് പറയുമ്പോൾ ഏകദേശം അതിനുശേഷം ഒരു ലെവലും കൂടി ഉള്ളൂ C2. C1ഉം C2ഉം ഏകദേശം നേറ്റീവ് ലെവൽ സ്പീക്കറാണ്. ആ ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം എക്സ്റ്റേണലായിട്ട് എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളുണ്ട്. മാതാവിനും യേശുവിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടുകൂടി ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന എന്നെ പോലത്തെ വിദ്യാർത്ഥികൾക്കും അതുകൂടാണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവർക്കും മാതാവിൻ്റെ കരുണയും ഇടപെടലുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാണ്ട് ഞാൻ ജർമ്മനിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളെ പള്ളിയിൽ പറഞ്ഞു വിടാനൊന്നും ആരും നമ്മുടെ പാരൻസോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വീട്ടിൽ ആയിരിക്കുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധം മൂലം പള്ളിയിൽ പോകുന്നതാണല്ലോ നമ്മൾ പലരും. അവിടെ പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമില്ലെങ്കിൽ നമുക്ക് അലസത ഉണ്ടാവാം. ഞായറാഴ്ച ചിലപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോവാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുക എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് ഇതാക്കി എനിക്ക് മാറ്റാൻ സാധിച്ചു. അതുകൂടാണ്ട് ജർമ്മൻ ഈ കുർബാന കൂടുന്നതും ജർമ്മൻ പള്ളിയിലായിരുന്നു മിക്കതും. അതുകൂടാണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ കൂടാനും ഉള്ളൊരു പ്രോത്സാഹനം എനിക്ക് എവിടുന്നോ കിട്ടി. അത് ഇവിടെ യാതൊരുവിധ ജീസസ് യൂത്തോ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ ഞാൻ പള്ളിയിലേക്കും വിശ്വാസത്തിലേക്കും ഞാൻ അടുത്തു. അങ്ങനെ ജർമ്മൻസിൻ്റെ കൂടെ ഉള്ളൊരു ഗബീറ്റ്സ് ക്രൈസ്റ്റ് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പോകാനും എനിക്ക് സാധിച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ അന്ന് 3 വർഷങ്ങൾക്ക് മുന്നെയാണ് പോയത്. ആ സമയത്ത് ഞാൻ കൊണ്ടുപോയ പത്രം അവിടെ ജർമ്മൻസിനും പിന്നെ അതുകൂടാണ്ട് കൂട്ടുകാർക്കും കൊടുക്കുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാരോട് അക്രൈസ്തവരായിട്ടുള്ള കൂട്ടുകാരോടും ഞാൻ എൻ്റെ ഈ അത്ഭുതങ്ങളെക്കുറിച്ചും കൃപാസനത്തിനെക്കുറിച്ചും ഇവിടെ എഴുതി 1, 2, 3, 6 വരെ എഴുതി വെക്കുന്ന കാര്യങ്ങളും അതിൽ ഓരോന്ന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് എന്താ പറയുക ഒരു ടാലൻ്റ് സ്പെൻഡ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മുടെ ടാലൻസ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്ലബ്ബാണ്. അതിലൂടെ ബ്ലഡ് ഡൊണേഷൻ അതുപോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതും വേസ്റ്റായി പോകുന്ന ഭക്ഷണങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താഫൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു ക്ലബ്ബാണ്. ഈ ക്ലബിൻ്റെ ഭാഗമാകാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും എനിക്ക് ഇതിലൂടെ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞ എൻ്റെ മാതാവിനും കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അവസരത്തിൽ ആ കുഷ്ഠരോഗി സൗഖ്യം ലഭിച്ചതിന് ശേഷം ചെയ്ത പ്രവൃത്തിയാണ്. ഈശോ ഇത് ആരോടും പറയരുത് എന്നാണ് അവനോട് പറഞ്ഞത്. പക്ഷെ അവൻ പുറത്തു പോയി വളരെ പേരോട് ഇതിന് ഈശോയെക്കുറിച്ച് പറയുവാനും പ്രസിദ്ധപ്പെടുത്താനും തുടങ്ങിയെന്ന സന്ദർഭമാണ്
ഈ സന്ദേശത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. ഫേബിയൻ എന്ന ഈ മകൻ ഒരു ആവറേജ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നിവിടെ ഏറ്റുപറയുകയുണ്ടായി. അതിൽ നിന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഈ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകന് ലഭിച്ചത് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. മകനിവിടെ പറയാൻ സാധിക്കുന്നത്, ഞാനൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എന്നെ ഉയർത്തി എന്നാണ് ഈ മകൻ ഏറ്റുപറയുന്നത്. സിംഗപ്പൂർ പോയി മാസ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക നിലവാരം മകനില്ലായിരുന്നെങ്കിൽ കൂടി അവൻ അവിടെ ചെന്ന് ഈ ഉടമ്പടിയായിരുന്നു ഫേബിയൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അവസ്ഥ, ഒരു ജീവിത സമ്പാദ്യം. ആ സമ്പാദ്യത്തിലൂടെ, ഉടമ്പടി എന്ന സമ്പാദ്യത്തിലൂടെയാണ് 5 സ്കോളർഷിപ്പ് ഹെൽപ്പ് ഈ മകന് ലഭിച്ചത്. ഞാൻ മകൻ ഏറ്റു പറയുന്നത്, എനിക്ക് 17 ലക്ഷത്തോളം രൂപ ഞാനിവിടെ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടാത്ത ഒരു വലിയ സ്കോളർഷിപ്പ് വളരെ ഫ്രീ ആയി എനിക്ക് പഠിക്കുവാനും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും എൻ്റെ വീടിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു വലിയ എമൗണ്ട് എനിക്ക് സാധ്യമായത് ഉടമ്പടി മാത്രമാണെന്ന് ഈ മകനോട് ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നീ മകനെ ഏറ്റുപറയാൻ സാധിക്കുന്നത്, ജർമ്മൻ ലാംഗ്വേജ് നമ്മുടെ മക്കളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഇവിടെ B2 ആണെങ്കിലും മകൻ അവിടെ ചെന്ന് മനുഷ്യരോടുള്ള സമ്പർക്കം മൂലവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും മകനെ C1 ലെവലിലേക്ക്, C1 ലെവൽ ഒരു നേറ്റീവ് സ്ലാങ്ങിലേക്ക് എത്താൻ മാത്രം ഈ മകനെ ദൈവം ഉയർത്തി എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ഏതെല്ലാം സ്ഥിതികളാണോ ഒരു 0 പോയിന്റിൽ എത്തുന്നത്, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ ജീവിതത്തിൽ ആരംഭിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ പ്രഖ്യാപിക്കുവാനും ക്രിസ്തു ജീവിതം മുന്നോട്ട് വയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഫേബിയൻ പറയുന്നത് പോലെ, ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ, നാട്ടിലായിരുന്നപ്പോൾ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പൈസ് അസോസിയേഷനിലും അതുപോലെ തന്നെ കരിസ്മാറ്റിക് ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്ത് പാരിഷിനോട് ചേർന്ന് ജർമ്മൻ മക്കൾക്ക് പത്രം കൊടുക്കുവാനും അവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുമൊക്കെയുള്ള ഒരു വലിയ ലാഘവത്തോടു കൂടി അവിടെ ഏർപ്പെടുവാനുള്ള കൃപ ഈ മകന് ലഭിച്ചു എന്ന് മകനേറ്റു പറയുകയാണ്. നമുക്ക് അറിവും പരിചയമില്ലാത്ത സഹോദരങ്ങളെ പരിചരിക്കുമ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയാണ് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിനെ നമുക്ക് നമ്മെ തന്നെ ഈശോയിൽ നിലനിർത്തുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് ഈ മകനെ സാമുവേൽ 2 സാമുവേൽ അധ്യായത്തിലൂടെ പറയാനായിട്ട് ഈ മകന് സാധിക്കും. ഒരു ശാശ്വതമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇന്ന് ഈ മകൻ വൾത്താരയിൽ ഈ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ എല്ലാം അവിടെയുള്ള ടാലൻറ്റ് ക്ലബിൽ ഒരു എക്സ്പോഷർ പ്രോഗ്രാം കൊടുക്കുവാനും എവിടെയെല്ലാം ബ്ലഡ് ഡൊണേഷൻ ആവശ്യമുണ്ടോ, എനിക്ക് എന്തെല്ലാം ടാലൻ്റ് ഉണ്ടോ, ദൈവം എനിക്ക് എന്തെല്ലാം തന്നു, ഒരു വിശ്വസ്തയോടുകൂടി ഒരു ഏൽപ്പിച്ച ഒരു കാര്യസ്ഥനെ പോലെ അദ്ദേഹത്തിന് കൃത്യമായി ഈശോയെ ഏറ്റുപറയാനുള്ള കൃപയും സാഹചര്യവും നൽകി എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന, വിദേശത്തേക്ക് പോകുന്ന മക്കൾ ഒരു പക്ഷേ വളരെയധികം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ട് അവിടെ ചെന്ന് ജോലിയിലും പ്രവൃത്തികളിലും സമ്പാദ്യത്തിലുമെല്ലാം ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ മറന്നുപോകുന്ന, ഈശോയെ അല്പം മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ നാം കണ്ണീരോടുകൂടെ ഈ കൃപാസനത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ നിന്ന് പോയതിലും വളരെ നന്നായി ജീവിക്കുവാൻ, ഈശോയോട് അടുക്കുവാൻ ഈ മകന് കൃപ ലഭിച്ചതിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതിൽ അവിടെ ചെന്ന് കൂടുതൽ ഈശോയെ അടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കാതെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫേബിയൻ്റെ ഈ നല്ല തറയിൽ വന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിന് അമ്മയ്ക്കും ഈശോയിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അൻവിക, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2004 ഡിസംബർ 20-നാണ്. ആക്ച്വലി ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് കൃപാസനത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ ചേച്ചി, എൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഉടമ്പടി ഒരു ട്രാക്കിലൊക്കെ ആകാൻ ഒരു 3 മാസത്തോളം എടുത്തായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത്
5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണമല്ലോ. അപ്പോൾ അത് കറക്റ്റ് 5 ഒക്കെ ആകുമ്പോഴേ ഉണർന്ന് ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി കുറച്ച് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങി. അതിൽ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കറക്ഷനെ പറ്റിയാണ്. ആക്ച്വലി എൻ്റെ നെയിം ആദ്യം അൻവിക എന്നല്ലായിരുന്നു, വേറൊരു പേരായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് കുറേ കാലം മുമ്പ് തന്നെ ഞാൻ ഈ പേര് മാറ്റിയായിരുന്നു. അങ്ങനെ ഗസറ്റിലൂടെ എൻ്റെ പേരെല്ലാം പബ്ലിഷ് ചെയ്ത് പുതിയ പേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് മാറ്റി കിട്ടുന്നില്ല. പുതിയ ഡോക്യുമെൻറ്റ്സിൽ, അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ അങ്ങോട്ട് കിടക്കുക എല്ലാം മാറ്റാനായിട്ട്. അപ്പം ഞാൻ ഓരോ തവണ ഇത് കറക്ഷന് ചെല്ലുമ്പോഴും ഇവരെന്നെ റിജക്റ്റ് ചെയ്ത് വിടുമായിരുന്നു. പിന്നെ ആധാറിൻ്റെ അതായത് സൈറ്റിൽ നിന്നും ഒക്കെ എനിക്ക് റിജക്ഷനാണ്. അതായത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ രജിസ്റ്റർ, അതായത് കറക്ഷൻ അപ്ലൈ ചെയ്യത്തില്ലേ, അത് സൈറ്റിൽ പോലും രജിസ്റ്റർ ആവത്തില്ലായിരുന്നു. അങ്ങനെ നടന്ന് ഞാൻ ലിറ്ററലി മടുത്തു പോയായിരുന്നു. ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഇനി എനിക്കൊരു പേരോ ഒന്നുമില്ല, ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് 1 ഇയർ ആയപ്പം അമ്മമാതാവിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ, അതെനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഉടമ്പടിയിൽ നിയമങ്ങളിൽ മെൻഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിത് മെൻഷൻ ചെയ്തു. അതായത് എൻ്റെ ആധാർ കാർഡ്, മെയിനായിട്ടും ആധാർ കാർഡാണ് മാറ്റേണ്ടത്. അവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അങ്ങനെയുള്ള എല്ലാം അങ്ങോട്ട് കിടക്കുക. അപ്പം ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. പിന്നെ ഡെയിലി ബ്രെഡ് പ്രെയറിൽ അച്ഛൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇത് എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 80 ഡേയ്സ്, അതായത് ഈ ഒരു മാർച്ചിലാണ് ഞാൻ അത് നിയോഗത്തിൽ വെക്കുന്നത്. നിയോഗത്തിൽ വെച്ചിട്ട് 80 ഡേയ്സ് ആയപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഒരു നൈറ്റിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഡിയർ അൻവിക എന്നിട്ട് ആധാറിൻ്റെ സൈറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഒരു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമായിരുന്നു അത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ചേച്ചി കൊണ്ട് ചെക്ക് ചെയ്യിച്ചു, അത് വെരിഫൈ ചെയ്തു. ഇന്നലെ തന്നെ എൻ്റെ കാർഡ് അവരുടെ ഇതിന് ഒഫീഷ്യലി എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് അമ്മാതാനോട് എത്ര നന്ദി പറഞ്ഞാലും അത് തീരില്ല. അത്രമാത്രം ഞാൻ കടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ രണ്ടാമത് പറയാനുള്ളത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയാണ്. ആക്ച്വലി ഇത് ഉടമ്പടി ഞാൻ വെച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആക്ച്വലി ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഈ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യം. ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പോലെ ഞാൻ കറക്റ്റായിട്ട്, എനിക്ക് ഉടമ്പടി പെർഫെക്റ്റ് ആകണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. കറക്റ്റ് കൊന്ത ചൊല്ലണം, ഉടമ്പടി ധ്യാനം കറക്റ്റായിട്ട് കേൾക്കണം, ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യണം, ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ, എൻ്റെ ഫിനാൻഷ്യലി ഉള്ള കാര്യം ഞാൻ തന്നെ എനിക്ക് ലെട്ടിപ്പോയി. പണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലെവലിനേക്കാൾ ഒരു 4 ടൈംസാണ് കൂടുതൽ. അതായത് ലൈഫേ മുഴുവൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി വെച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് കരിയർ റിലേറ്റഡ് ആയിട്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ചാൾ PSCയുടെ കോച്ചിങ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടിങ്, മോഡലിങ് ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് താല്പര്യം. പക്ഷേ എന്നാലും എനിക്കോട്ട് മെയിനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കുറച്ചൊരു എന്തോ ഒരു കോൺഫിഡൻസ് അല്ല, എവിടെയോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിയാകുമോ, സെറ്റാകുമോ, അങ്ങനത്തെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്, അതിന് അമ്മ മാത്രമാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. കറക്റ്റ് കരിയർ ചൂസ് ചെയ്ത് അപ്പോൾ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കത്ര ഇതായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. അപ്പോൾ അത് അമ്മ എനിക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് എന്നെ കറക്റ്റ് ഒരു കംഫർട്ടബിൾ പ്ലേസിലാണ് എന്നെ കൊണ്ടെത്തിച്ചത്. കറക്റ്റ് എനിക്കൊരു PG ഒക്കെ സെറ്റാക്കി തന്നു. അവിടെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളും എനിക്ക് കറക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി. ഞാൻ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ എന്നെ താഴത്തെ അങ്കിളാണ് രാവിലെ 5:30 കൊണ്ടുവിടുന്നത്, വൈറ്റിലെല്ലാം കൊണ്ടുവിടുന്നത്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. എന്തുണ്ടെങ്കിലും എനിക്ക് ജസ്റ്റ് എൻ്റെ ഫാമിലി പോലെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് കിട്ടിയത്. അവിടെ നല്ല ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് രോഗസൗഖ്യത്തെ പറ്റിയാണ്. എനിക്ക് കഴിഞ്ഞൊരു 5 ഇയേഴ്സായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു. അതായത് ലൈറ്റ് പറ്റത്തില്ല, സൗണ്ട് പറ്റത്തില്ല. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ടൈമിൽ തലയൊക്കെ കറങ്ങി ഭയങ്കര സീനാകുമായിരുന്നു, ഛർദ്ദിക്കാൻ വരും. പിന്നെ സ്ക്രീൻ ടൈം കൂടുതലായതുകൊണ്ട് അതാണല്ലോ മെയിനായിട്ടും. അപ്പോൾ ആ സ്ക്രീനിൽ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പോയി ഞാൻ മരുന്നൊക്കെ മേടിക്കും ഇടയ്ക്ക്, തൈലം യൂസ് ചെയ്യും, പക്ഷേ എന്നാലും ഇച്ചിരി എവിടെയൊക്കെയോ ഒരു ഇത്.
അപ്പം ഞാൻ ലാസ്റ്റിൽ എന്നെ അടുത്തെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും പറ്റാതായി. കണ്ണ് പകൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എൻ്റെ റൂമിൽ 2 സൈഡിലും ജനലുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ഞാൻ ക്ലോസ് ചെയ്തിരിക്കുക. കട്ടിയുള്ള കർട്ടൻസൊക്കെ വെച്ച് അതിൻ്റെ അടി പുതപ്പൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുക. ഒട്ടും വെട്ടാൻ പറ്റാത്ത അവസ്ഥയല്ല. ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നു. ആദ്യം കണ്ണങ്ങ് ടെസ്റ്റ് ചെയ്തു. ഇനി കണ്ണിൻ്റെ കുഴപ്പമാണോ എന്ന് വെച്ച് കണ്ണ് ഞാൻ ആദ്യം അങ്ങ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൺഫേം പറഞ്ഞു, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഇത് മൈഗ്രെയിൻ്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയത് തന്നെ ഇതുമായിട്ട് ഡീൽ ചെയ്യാനാണ്. പക്ഷേ തിരിച്ച് ആ ഒരു വീക്ക് വീട്ടിൽ എവിടൊക്കെയോ പോയി എന്തൊക്കെയോ ചെയ്ത് തിരിച്ച് നേരെ കൊച്ചിക്ക് പോയിരുന്നു. എന്നിട്ട് എന്നാൽ ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിക്കുക. ഇവിടെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു കേസ് വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു കേസ്. പിന്നെ എനിക്കങ്ങ് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന്, ഹെൽപ്പ് ചെയ്യണം. അവനും അനങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റിൽ ഞാൻ എന്നാ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്തു. എനിക്ക് എല്ലാ രോഗസൗകര്യങ്ങളും കിട്ടിയിട്ടുള്ളത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ധ്യാനം കൂടും, എല്ലാ ദിവസവും. അതിനായിട്ട് ഞാൻ ടൈം മാറ്റി വെക്കും. ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡെയിലി ബ്രെഡ്. എനിക്ക് ഒരുപാട് കൈവിട്ട് പോകുന്ന അവസരങ്ങളിൽ എനിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കൂടെ തന്നെയാണ് രോഗസൗകര്യം കിട്ടിയിട്ടുള്ളത്, അല്ലാതെ മെഡിസിൻ വഴി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം ഈ ഒരു മൈഗ്രെയിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ 5-6 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനം കൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെ പോയി, എങ്ങോട്ട് പോയി എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഇത്രയും എന്താ പറയുക, പെട്ടെന്നൊരു റിസൾട്ട്. 5-6 വർഷമായിട്ട് ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങാറുമില്ല. ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഞാനും 3 മണി 4 മണിക്ക് ഉറങ്ങും, സ്ക്രീൻ ടൈം കൂടുതൽ, സ്പെക്സ് യൂസ് ചെയ്യത്തില്ല, അതിന് പ്രൊട്ടക്ഷൻ ഡോക്ടർ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വെറും 6 ദിവസം കൊണ്ട് എൻ്റെ മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി. എനിക്ക് ലാസ്റ്റ് ടൈമിൽ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പോലും പറ്റില്ല, കണ്ണിലോട്ട് വെട്ടമൊക്കെ കയറി ആ കൂടെ സീൻ. അങ്ങനെ വെറും 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞും ഞാൻ ഈ പറഞ്ഞതുപോലെ ലേറ്റായിട്ട് ഉറങ്ങും, എന്തൊക്കെ എഗനിസ്റ്റായിട്ട് ചെയ്യുക അതൊക്കെ ചെയ്യാറുണ്ട് സ്റ്റിൽ. പക്ഷേ ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതെനിക്ക് ഈശോ തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പഴയ ഉടമ്പടി ധ്യാനങ്ങൾ എന്നും കൂടും. കാരണം അതാത് ദിവസത്തെ കറക്റ്റ് 11:30 തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൂടും. അതായത് ഞാനൊരു എന്താ പറയുക, എണ്ണീച്ച് രാവിലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉടമ്പടി ധ്യാനമാണ് ഞാൻ കൂടുന്നത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. മിസ്സാക്കാൻ ചില ദിവസങ്ങളിലൊക്കെ റെയറായിട്ടൊക്കെ മിസ്സായിപ്പോൾ, എന്നാലും അതില്ലാതെ എനിക്ക് എന്തോ പറ്റത്തില്ല, എന്തോ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുക. അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കൊരു ഷൂട്ട് ഇടയ്ക്കിടയ്ക്ക് പെയ്ഡ് വർക്കൊക്കെ കിട്ടും, എങ്കിൽ കൂടിയും കൂടുതലായിട്ട് അൺപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പെയ്ഡിനും പോകത്തില്ല, അത് വേറെ കാര്യം. കാരണം ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ വെച്ച കാര്യമാണ്, എനിക്ക് പെയ്ഡ് ഷൂട്ട്സ് വേണം അമ്മ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു 3 മാസം ഒന്നും ട്രാക്കിലല്ലായിരുന്നു. അപ്പം എനിക്ക് മാത്രമല്ല മെൻ്റലി ഒന്നും ഓക്കെ അല്ല, ബോഡി ഫിറ്റല്ല, കുറേ റീസൺസ് കൊണ്ട് ഒരു ട്രാക്കിലല്ല. അപ്പോൾ എനിക്കൊരു വലിയ ഷൂട്ട് വന്നായിരുന്നു. ആ ഷൂട്ട് ഒരു ടീ ബ്രാൻഡിൻ്റെ ഇടുക്കിയിൽ നിന്ന് വന്നൊരു ഷൂട്ടായിരുന്നു. അത് നല്ലതായിരുന്നു, നല്ലൊരു എമൗണ്ട് പ്ലസ് നല്ല കരിയർ നല്ല രീതിയിൽ പീക്കിൽ കയറി പോകുന്നതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള റീസൺസ് കൊണ്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇവിടെ ഡേറ്റൊക്കെ മാറ്റി. പിന്നെ അവർക്കും അനക്കമില്ല, എനിക്കും അനക്കമില്ല, അവരവരുടെ വഴിക്കും പോയി. എനിക്കും അങ്ങനെ ഒരു അത് പോയെന്നുള്ളൊരു നഷ്ടബോധം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് എനിക്ക് മനസ്സിലായത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് കിട്ടിയതായിരുന്നു. ആ ഒരു 90 ഡേയ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനത് അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും വലിയ ഉടമ്പടി ഞാനത് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അമ്മ മാതാവിനെ ഈശോനെ എനിക്ക് മഹത്വപ്പെടുത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് കുറച്ച് റീസെൻ്റായിട്ട് മനസ്സിൽ കയറി പറ്റിയതായിരുന്നു. അപ്പം അതിനായിട്ടുള്ള ഫണ്ട് എനിക്കറിയത്തില്ല അതെങ്ങനെയൊക്കെ വന്ന് സെറ്റായി എന്ന്. അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടി. അപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ നോക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറയുള്ള. റീസെൻ്റായിട്ട് ഞാൻ ഐഫോൺ എടുത്ത് ഞങ്ങൾക്ക് ഒന്നും അമ്മയോട് ചോദിക്കണ്ട, ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണുന്നത് തന്നെ എങ്ങോട്ട് നടക്കും, ഞാൻ ഷോക്കായി പോകും. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. എനിക്കത് എടുത്ത് പറയാൻ ചിലപ്പം എല്ലാം ഒന്നും പറ്റത്തൊന്നുമില്ല, എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ അമ്മ മാത്രമല്ല കേട്ടോ, ഈശോയുടെയും 2 പേരും ഈക്വലി എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും ഒരുപാട് സ്നേഹവും തരുന്നുണ്ട്. എനിക്ക് പല കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പത്രം ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ പകലൊക്കെ മിക്കവാറും ഫ്രീ ആയിരിക്കും, എപ്പോഴും വൈകിട്ടൊക്കെ മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യണ ടൈം.
അപ്പം എപ്പോഴും മിക്ക ദിവസങ്ങളും ഫ്രീയാണ്, എവിടെ വെള്ളം പോകാൻ എങ്ങനെ. അപ്പോൾ മിക്കവാറും ഞാൻ ഇവിടെ വരും കുറച്ച് നേരം ഇവിടെ ഇരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ പത്രം മേടിച്ചിട്ട് പോകും. ഉടമ്പടി പുതുക്കുമ്പോൾ കിട്ടുന്നതല്ല, എക്സ്ട്രാ ഒരു 5, 7, 8 അങ്ങനെ പോകും. ഒരു മൂഡ് അനുസരിച്ച് ചിലപ്പോൾ 10 അത് കൂടുതലൊക്കെ ഞാൻ മേടിക്കും. എന്നിട്ട് ഞാനത് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ ഞാൻ അമ്മ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു പത്രം കൊണ്ട്. പിന്നെ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലൊരു സ്പാർക്കാക്കി കൊടുക്കുന്നിടം വരെ സംസാരിച്ചിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക്. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അമ്മയ്ക്കായിട്ട്, എനിക്ക് അമ്മ ഒരുപാട് ഇഷ്ടം, അമ്മ ഈശോയും. സോ ഞാനൊരു പേജ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അതിലിപ്പോൾ 26K ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിലൊക്കെ മെയിനായിട്ട് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ മുറിച്ചിടും, എഡിറ്റ് ചെയ്തിടും. പിന്നെ ഈശോയുടെ വചനങ്ങൾ, ഈശോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് ടെക്സ്റ്റ് ഫോണ്ട് എല്ലാം സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ഞാനിടും. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ ആൾക്കാർക്ക് എന്താ ചെറിയ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ആ കേൾക്കുന്ന ആൾക്കൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരണമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാനത് എഡിറ്റ് ചെയ്ത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഞാനൊരു കുറേ സമയം ഞാൻ ഇതിനായിട്ട് മാറ്റി വെക്കാറുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇത്രയും അതൊക്കെ ചെയ്യും ഞാൻ ആ പേജിലൂടെ. അതായത് മെയിനായിട്ടും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ നടന്ന് എല്ലാം ഷൂട്ട് ചെയ്തെടുത്ത് അതിന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു 45 to 1 മിനിറ്റുള്ള വീഡിയോ ആണ്. 1 മിനിറ്റുള്ള വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത് ഞാനത് എൻ്റെ ഈ അമ്മയുടെ പേജിൽ ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ നൈസായിട്ട് ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കൊടുത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഒരു 1 മില്യണൊക്കെ ആകുമ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുമോ അമ്മ, എനിക്കതിനുള്ള ഇതുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി. അപ്പം ഞാനതിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ബൂസ്റ്റ് ചെയ്യും കേട്ടോ, അത് മണി സ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 700K ആയപ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ, അതായത് ഒരു 1 വീക്ക് മുമ്പ് തന്നെ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട്, അത് ഞാൻ 1 മില്യണാണ്, 300K കൂടെ കിടപ്പുണ്ടല്ലോ. അപ്പം അത് ഞാൻ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്തു. ഒരു 7,500 റുപ്പീസ് പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ട് ഞാനത് ബൂസ്റ്റ് ചെയ്ത് 1 മില്യൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ഇന്ന് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. പിന്നെ പ്രേക്ഷിത ആ പേജിൽ കൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേർ എന്നോട് ചോദിച്ചും പറഞ്ഞും ഞാൻ അവരെ ഗൈഡ് ചെയ്തും പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഒരുപാട്. എൻ്റെ എല്ലാ വീഡിയോ അടിയും വരും, പ്രെയർ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് കൊന്ത അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഒരു പേജിൽ തന്നെ പ്രേക്ഷിതം ഞാൻ ചെയ്യുന്നുണ്ട്. കൊന്ത ചൊല്ലും എല്ലാ ദിവസവും, പിന്നെ ബൈബിളൊക്കെ വായിക്കും, കേൾക്കും. പിന്നെ ഞാൻ മെയിനായിട്ടും ഉപവാസം എടുക്കും. വെനസ്ഡേയ്സിലാണ് ഉപവസിക്കുന്നത്. ആ ഉപവസിക്കുന്ന ദിവസം തന്നെ ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റും ചെയ്യും. എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റൽ വിസിറ്റ് മസ്റ്റായിട്ട് ഞാൻ ചെയ്യും. ആ സെയിം ഡേ തന്നെയാണ് ഞാൻ പൊതിച്ചോറ് കൊടുക്കും. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ 2, അതായത് എൻ്റെ ലഞ്ച് പ്ലസ് ഒരു 2 ലഞ്ച് എക്സ്ട്രാ ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അവരതെനിക്ക് തരും. അങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ അല്ലേ പോണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാനൊരു 3-ൽ ഒതുക്കിയത് ആക്ച്വലി. അപ്പോൾ ആ 3 എണ്ണം വെച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും. ഇത് കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഈ സംസാരിക്കുമല്ലോ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ, അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമ്മ ഈശോനെ പറ്റി ആവശ്യമുള്ള ആൾക്കാർ. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവരെ എന്താ പറയുക, അമ്മ ഈശോയെ പറ്റി അവർക്ക് കേൾക്കാനും കൂടുതൽ താല്പര്യം. കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കുന്ന ആ ഒരു സാഹചര്യം അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അമ്മ ആവശ്യമുള്ള സമയം. അപ്പോൾ അവർക്ക് മാക്സിമം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത്, ഈവൻ ഞാൻ മാസങ്ങളോളം അവിടെ അഡ്മിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഞാൻ ചിലപ്പോൾ ബൈബിളൊക്കെ വായിച്ചു കൊടുക്കും. എല്ലാം അവിടെ ഇരുന്ന് ബൈബിളൊക്കെ വായിച്ചു കൊടുക്കും. അപ്പം ഇതാണ് എൻ്റെ പ്രെയർ ലൈഫ്. ധ്യാനം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും, എല്ലാ ദിവസവും കൂടും. പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്, ഇതൊക്കെ എനിക്ക് മെറ്റീരിയലായിട്ട് കിട്ടിയ നേട്ടങ്ങളാണ്. അതിലുപരി എനിക്ക് അമ്മ മാതാവിൻ്റെ ഈശോയുടെയും പ്രൊട്ടക്ഷൻ ഭയങ്കര ഹെവി. പ്രൊട്ടക്ഷൻ മാത്രമല്ല ഗൈഡൻസ്. ഞാൻ എവിടെ പോയാലും കാണും. ഇപ്പം ഞാനൊരു ഓട്ടോയിൽ കയറുവാണെങ്കിൽ അപ്പം കാണും അതിനകത്തൊരു മാതാവ്. ഇപ്പം തന്നെ സാക്ഷ്യം പറയാൻ വന്ന സമയത്ത് 2 കൃപാസന മാതാവിനെ കണ്ടു. അതുപോലെ മഴവില്ല്, ഞാൻ ഒരുപാട് തവണ മഴവില്ല് കണ്ടിട്ടുണ്ട് അമ്മയുടെ പ്രസൻസ്. പിന്നെ മെഴുകുതിരിയിൽ ഒരുപാട് തവണ എൻ്റെ അമ്മ മാതാവ് എൻ്റെ മെഴുകുതിരിയെ വന്നിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് മെഴുകുതിരിയിൽ. മഴവില്ല് ഞാൻ ആക്ച്വലി ഒരു സ്ഥലത്ത് പോയിട്ട് മനസ്സൊക്കെ ഒട്ടും ഓക്കെ അല്ലാത്ത സമയങ്ങളിലാണ് ഈ മഴവിലൊക്കെ കാണുന്നത്.
അപ്പോൾ വലിയ മഴവിൽ ഒരു തവണ ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ 2 മഴവിൽ ഒരുമിച്ച്. അത് മനസ്സ് ഒരുപാട് വിഷമിച്ചിരുന്നൊരു സമയത്ത് ഹോപ്പൊക്കെ പോയി. ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വരും, റെയറായിട്ടൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പം മൈൻഡ് ഡള്ളായി പോകുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എന്നെ എന്താ പറയുക, മൈൻഡ് മാറ്റിത്തരും. ഞാൻ പറയില്ലേ, ഹെൽത്ത് വൈസ് ആണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ്, ആ ഒറ്റ ബ്ലെസ്സിങ് മതി. ശരിക്കും പറയാം, ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹോസ്റ്റലിൽ വെച്ചിട്ട് എനിക്കൊരു തവണ ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ട്. അത് വിട്ടുപോയി ഞാൻ പറയാൻ. ഫുഡ് പോയ്സൺ അടിച്ചിട്ട് സംഭവം അങ്ങ് സീരിയസ് ആയിപ്പോയി. ഉപ്പും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ചൊക്കെ പിടിച്ച് ചെയ്യുന്നായിരുന്നു. പക്ഷേ അതൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും സംഭവം കൈവിട്ടു പോയി. പിന്നെ 2-3 ആശുപത്രിയൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് അഡ്മിറ്റായി ഞാനങ്ങ്. അപ്പം എനിക്ക് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറേ ടെസ്റ്റും കാര്യം. അങ്ങനെ ലാസ്റ്റിൽ ഇത് കുറയാതെ വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് സ്റ്റോൺ ആയിരിക്കും. കാരണം യൂറിൻ്റെ ഇത് വന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് RBC ആണെങ്കിൽ 25 ഒക്കെ അതിലുണ്ടായിരുന്നു. ഞാനാണല്ലോ യൂറിൻ കൊടുത്തത്, ഞാൻ കണ്ട റെഡ് കളറിലാണ്. പിന്നെ വൊമിറ്റൊക്കെ ചെയ്ത് സീനായിരിക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് റിസൾട്ട് അൾട്രാസൗണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റിൽ ഞാൻ അവിടെ ഉപ്പും അതൊക്കെ ഇട്ട് ഞാൻ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി. അതിന് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഒരു കുഴപ്പമില്ല. ശരിക്കും ഞാൻ സാക്ഷ്യങ്ങളിൽ മാത്രമേ, മറ്റുള്ളവർ പറഞ്ഞ് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം ഒരുപാടുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ അത് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനത്തെ ഒരു മിറാക്കിൾ എന്നൊക്കെ പറയത്തില്ലേ, ലൈക്ക് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം എനിക്ക് അമ്മമാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മൃത്തിലുള്ള ഒരു കാര്യങ്ങളും അല്ല, അമ്മമാതാവിൻ്റെ ഈശോയുടെ 2 പേരെ ഒരുമിച്ചുള്ള ആ ഒരു ഹെൽപ്പ് കൊണ്ടും ഇതുകൊണ്ടുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, കാശ് രൂപം മിക്കവാറും എൻ്റെ കൈ കാണും, എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും കാശ് രൂപം. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അമ്മ ഇത് ഇങ്ങനെ കൊണ്ടു തന്നതിൻ്റെ കളറൊക്കെ ഇച്ചിരി ഡള്ളാകുന്നുണ്ട്, ഒരു കാശ് രൂപം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉടമ്പടി ഉഴപ്പിയ 2-3 ടീംസ് ഉണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവർക്ക് വേണ്ട ആ ഒരു ഇതുള്ള 2-3 പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം പുതിയത് വന്ന് എടുക്കാം, ഞാൻ കൊണ്ടുവന്ന് എടുപ്പിച്ചോളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ പഴയ കാശ് രൂപ ഇങ്ങനെ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവമൊക്കെ അവരുടെ നിന്ന് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ പിന്നെ ആ ടോപ്പിക്കേ വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ആ കാശ് രൂപം കിട്ടി. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ ഒരു 20 ഡേയ്സ് മുമ്പായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടൊരു 1.5 ഇയറായി എനിക്ക് അമ്മയെ കിട്ടിയായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു, എനിക്കൊരു മിസ്സിങ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എന്നെ ഈ ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇങ്ങനെ ഒരു സാക്ഷിയൊക്കെ പറയാനെന്ന് വെച്ചാൽ താങ്ക് യു. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബാക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനമാണ്. സ്വന്തം കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഉടമ്പടി മക്കളെ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും സംരക്ഷണവുമാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് അൻവിക എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു മകളാണ്. വളരെ നിർബന്ധപൂർവം നിബന്ധനകൾ പാലിച്ച് ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് നയിക്കുന്ന ഒരു അക്രൈസ്തവ മകളാണ്. ഈ മകൾ ആദ്യം പറയുന്നത് ആധാർ കാർഡിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയം വേണ്ടി വന്നു. പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇടപെടലിലൂടെ ആ കാര്യം പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും അത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ്. ഇവിടെ ഇന്ന് വരാനായിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അതിന് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള ആധാർ കാർഡ് കയ്യിൽ കിട്ടുക സാധിച്ചത്. പിന്നീട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസാണ്, അതും അമ്മ തന്നെയാണ് 4 ടൈംസ് ഇൻക്രീസ് എന്നാണ് മകൾ പറയുന്നത്. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ്. ഈ മകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ആ സോഷ്യൽ മീഡിയ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വളരെ പ്രയോജനപ്പെട്ടത്. കാരണം ഈ മകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് വളരെ ഗുഡ് എമൗണ്ട് സ്പെൻഡ് ചെയ്താണ് ഒത്തിരി ഒത്തിരി റീൽസ് ഉണ്ടാക്കുകയും യൂട്യൂബിൽ കൂടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിശുദ്ധ അമ്മയെപ്പറ്റി, കൃപാസനം അമ്മയെപ്പറ്റി കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മകൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്.
ഇതിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമാണ്. ഈ മകളുടെ ആ തീഷ്ണത മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞവരെ അറിയിക്കാനും, കാരണം ഈ മകൾ മറ്റുള്ളവരെ ആരോ പറഞ്ഞാണ് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണതയോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. സ്വന്തം ആഗ്രഹപ്രകാരം ടൈം സ്പെൻഡ് ചെയ്ത്, എമൗണ്ട് സ്പെൻഡ് ചെയ്ത്, ഈ പ്രാവശ്യവും ജസ്റ്റ് ബിഫോർ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പാണ് ബൂസ്റ്റ് ചെയ്ത് യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെയൊക്കെ മണി ഇഷ്ടംപോലെ പൈസ എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ അല്ല, ഈ മകൾ അടുത്തറിഞ്ഞ ആ അമ്മയുടെ ആ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാനാണ്. അറിഞ്ഞ ദൈവത്തെ അറിയാത്തവരെ അറിയിക്കുവാനുള്ള ആ തീഷ്ണതയാണ് ഈ മകൾക്ക് ഇതെല്ലാം ചെയ്യുവാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രേക്ഷിത പ്രവർത്തനം ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവും എല്ലാം ഉണ്ട്. ഇതൊക്കെ കൂടെ നിൽക്കുന്നത് കൃപാസനം അമ്മയുടെ ആ സാന്നിധ്യമാണ്. മഴവില്ലിൽ കൂടെയും മുല്ലപ്പൂവിൻ്റെ ആ സുഗന്ധാഭിഷേകത്തിലൂടെയൊക്കെ പ്രേക്ഷിത അമ്മ പറയുകയാണ്, മോളെ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഈ മോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാൻ എൻ്റെ അമ്മയെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു എന്നാണ്. എനിക്കൊരു അമ്മയുണ്ട്, കൃപാസനം അമ്മ, എൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ, എന്നെ കൈപിടിച്ച് നയിക്കുന്ന അമ്മ എന്നാണ് ഈ മകൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കർത്താവായ ദൈവമാണ് എൻ്റെ ബലമെന്ന് നമുക്കും പറയാനുള്ള കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് നമ്മുടെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിലേക്ക് ഉയരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അൻവികയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കൂടിയുള്ള ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ദൈവത്തെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപവും പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനില, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 14 ആദ്യമേ തന്നെ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത്. അതിനു മുൻപ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട്, ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കൂടുതലായിട്ട് ഞാൻ എന്താണെന്ന് അറിയാനൊന്നും ശ്രമിച്ചിട്ടില്ല. എനിക്ക് ആ സമയത്ത് എന്താണ് കൃപാസനമെന്നോ ഒന്നും ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നോട് വിളിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീയും ഉടമ്പടി എടുക്കുക, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയെ തന്നെയായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആളെന്നോട് ഉടമ്പടി നിബന്ധനകളൊക്കെ പറഞ്ഞു. അപ്പം എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേൽക്കണം, എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകണം. അപ്പം ഇതൊക്കെ എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയിലിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എടുക്കാതെ ഇരിക്കുമായിരുന്നു. ആ സമയത്തും എനിക്കറിയില്ല ഈ കൃപാസനം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞ ചെറിയൊരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കടന്നു പോകുന്ന ഒരു സമയത്താണ് 2024 ഡിസംബർ ആദ്യം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായിക വരുന്നത്. വയ്യായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോളമായിട്ട് ശക്തമായിട്ടുള്ള തലവേദനയും വൊമിറ്റിങ്ങും ഉണ്ടായിരുന്നു, ഒരു കുറവുമില്ലായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ഉടമ്പടിക്ക് മുന്നേ പരിശുദ്ധ അമ്മ എന്നെ ഉടമ്പടിയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു സാക്ഷ്യമാണ്, ഉടമ്പടിക്ക് മുന്നേ എന്നെ അനുഗ്രഹിച്ച ഒരു സാക്ഷ്യമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് തീരെ വയ്യായികയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു, ഒരു കുറവുമില്ല. BP ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു, അപ്പം ഒരു കുറവുമില്ല. ശക്തമായിട്ടുള്ള തലവേദന അതങ്ങനെ പൊക്കോണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിലൊന്നും ഉറക്കമില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു കണ്ണിന് എന്തോ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തോ മൂവ്മെൻ്റ് ഇല്ലാണ്ടായിപ്പോയി. അതായത് നമുക്ക് കോങ്കണ്ട് വന്ന് എങ്ങനെ ഇരിക്കും ഒരു കണ്ണിന്, ആ ഒരു അവസ്ഥയിലേക്കായിപ്പോയി, ഒരു സൈഡിലേക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനിയനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ പേടിച്ചിട്ട് അമ്മയോട് പറഞ്ഞില്ല. അമ്മയ്ക്കാണെങ്കിൽ ബോധമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്, വൊമിറ്റ് ചെയ്ത്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അമ്മയോട് പറഞ്ഞില്ല, കാരണം പേടിയാവും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ, അപ്പം നേരം വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംഭവിക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴും വൊമിറ്റിങ്ങിനൊന്നും ഒരു കുറവുമില്ല. അപ്പം വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ അമ്മയ്ക്ക് കാലിന് നല്ല വേപ്പലും എല്ലാം ഉണ്ടായിരുന്നു. ഒരു തരം ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കണ്ണിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അത് മെയിനായിട്ടും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്ട്രോക്ക് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. കാരണം എനിക്കാണെങ്കിൽ പപ്പ മരിച്ചിട്ട് 3 വർഷം ആവുന്നു. അപ്പോൾ അമ്മയാണ് ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോക്ക് എന്ന് കേട്ടപ്പോൾ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്കിളിനെ വിളിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ. അത് ഈ ഞങ്ങൾ ആദ്യം പോയ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം തന്നെ വണ്ടി വിളിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് ഞാനും അനിയനും കൂടെ അമ്മേനെ കൊണ്ടുപോയി. ആ സമയത്തൊന്നും അമ്മയ്ക്ക് ബോധമില്ല, തല കുമ്പിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് അപ്പം ഈ സ്ട്രോക്ക് എന്ന് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിപ്പോയി. കാരണം എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വല്ലാത്തൊരവസ്ഥ. മൊത്തം ചുറ്റിനും പെട്ടെന്ന് എന്തോ ഒരു ഇരുട്ട് വന്നതുപോലെയുള്ളൊരവസ്ഥ. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ്, അതായത് ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കൃപാസന മാതാവിനെ നേർച്ച നേർന്നു. ഞാൻ പറഞ്ഞു, കൃപാസന മാതാവെ, ഞാൻ അമ്മയുടെ സന്നിധി വന്നു നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരുത്തരുത്. അപ്പം സാക്ഷ്യവും ഉള്ള കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഉടമ്പടി എന്ന് പറഞ്ഞ് കടന്നുപോയി. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വേണ്ട, എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ചെയ്യത്തില്ലല്ലോ, വെറുതെ എന്തിനാ ഒരു കടം വരുത്തി വെക്കുന്നതെന്ന് കരുതി ഞാൻ എടുക്കണ്ട എന്നുള്ള. അപ്പോഴും എനിക്കറിയില്ല, ഉടമ്പടി എടുക്കാതെ ഒന്നും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മാതാവിനെ നേർച്ച നേർന്നു. ഞാൻ വിശ്വാസത്തോടു കൂടിയാണോ നേർച്ച നേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സുരുകി. അതായത് പിന്നെ എൻ്റെ മുന്നിൽ വേറൊരു വഴികളും ഇല്ല, എല്ലാ വഴികളും അടഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഞാൻ ഈ കൃപാസന മാതാവിനെ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ നേർച്ച നേർന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. എനിക്കറിയില്ല, അമ്മ മാതാവ് ശരിക്കും ഞങ്ങളെ വഴി നടത്തുമായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു തടസ്സങ്ങളോ ഒരു തിരക്കുകളോ ഒരു കാര്യങ്ങളും ഇല്ലാതെ, എല്ലാ കാര്യങ്ങളും ഒരു തിരക്കും ഇല്ലാതെ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ അവിടെ ഒരു രാവിലെ ആയതുകൊണ്ട് ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരമ്മയുടെ കാഷ്വാലിറ്റിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവരമ്മയുടെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു, ബലക്കുറവുണ്ടോ എന്തെങ്കിലും എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ആ ജൂനിയർ ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുഖം കോടിപ്പോയതുപോലെ തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരങ്ങനെ ചോദിച്ചപ്പോൾ എന്നാ പറയണം, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു MRI എടുക്കാം, നമുക്ക് മെയിൻ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു MRI എടുക്കാം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. MRI എടുത്തപ്പോൾ അമ്മയ്ക്ക്, അത് കഴിഞ്ഞ് ജൂനിയർ ഡോക്ടർ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വന്നു. അങ്ങനെ MRI എടുത്തു. MRIക്കകത്ത് സ്ട്രോക്കിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല, ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കണ്ണിന് അങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ നീർക്കെട്ട് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അമ്മ മാതാവ് ഞങ്ങൾക്ക് നേരെ വരാനിരുന്ന ആ വലിയൊരു ദുരന്തത്തെ തട്ടിമാറ്റി കളഞ്ഞതാണ്. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കേണ്ട ഒരാളായിരുന്നു. എനിക്കിപ്പോഴും അറിയില്ല എൻ്റെ നാവിൽ എങ്ങനെയാണ് ഞാൻ അമ്മ മാതാവിനെ നേർച്ച നേർന്നതും വിളിച്ചതും. എനിക്ക് ഒട്ടും അറിയത്തില്ലാതിരുന്ന ഒരു കൃപാസന മാതാവായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ഞാൻ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞാൻ മാതാവിനെ വിളിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്, മാതാവ് ഒരിക്കലും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നില്ല. മാതാവ് എന്നെ തിരഞ്ഞെടുത്ത്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കുകയായിരുന്നു. അതിനായിട്ടുള്ളൊരു സാഹചര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അമ്മ എല്ലാം ഓക്കെ ആയി. കണ്ണൊക്കെ ഒരു 1.5 മാസം കൊണ്ട് പഴയതുപോലെ നോർമലായി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ, ഈ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ഞാൻ യൂട്യൂബിലാണെങ്കിൽ സാക്ഷ്യങ്ങൾ കാണാൻ പതിയെ സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കാണുന്ന സമയത്ത് പലരും പറയുന്നത് കേട്ടു, സഞ്ചാരി മാതാവ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങിയ സമയത്ത് സഞ്ചാരി മാതാവെന്ന് പറയുന്നത് നമ്മുടെ കൂടെ സഞ്ചരിച്ച് വരുന്ന അമ്മയാണ്. അത് സത്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ഒരു കൃപാസനത്തെ പറ്റി ഒന്നും അറിയത്തില്ലാതിരുന്ന എൻ്റെ അടുത്തേക്ക് കേവലം ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നത്, എനിക്കറിയില്ല, ഒന്നും അറിയില്ലാതെയാണ് ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നത്. ആ സമയത്ത് സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് വന്നു. ആ ഒരു ആപത്ത് അപകടത്തിൽ നിന്നും ആ ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചു.
അപ്പം ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ കേട്ടറ്റ് എക്സാം 6 തവണ എഴുതി തോറ്റ് വല്ലാതെ നാണം കെട്ട് നിന്ന ഒരവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ച ഒരു സമയമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് നേരെ TTC ആണ് എടുത്തത്. ഇപ്പം TTC കഴിഞ്ഞിട്ട് ഒരു 3-3.5 വർഷമായിട്ടുണ്ട്. എനിക്ക് 3-3.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ജോലിക്ക് കയറാനോ ഒന്നിനും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം കേട്ടിട്ട് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പാസ്സാവാൻ വേണ്ട പാസ് മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. ഞാൻ 87 വരെ വന്ന് നിന്നിട്ടുണ്ട്. ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതിനേക്കാളും എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് ചുറ്റുമുള്ള ആൾക്കാരുടെ കളിയാക്കലും പരിഹാസങ്ങളുമായിരുന്നു. മറ്റെന്തെങ്കിലും കോഴ്സ് നോക്കിക്കൂടെ, പക്ഷേ എൻ്റെ സിറ്റുവേഷനും എൻ്റെ സാഹചര്യങ്ങളും വെച്ച് എനിക്കിനി മറ്റൊന്നിനും പോകാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ തുടരുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഞാൻ പിന്നെ ഈ എക്സാമിൻ്റെ കാലയളവെന്ന് പറയുന്നത് 6 മാസമാണ്. എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ 2 എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഈ എക്സാം എഴുതി ഓരോ തവണ ഞാനിങ്ങനെ തോൽവി കാണുമ്പോഴും മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഒരു വഴികളും ഇല്ലായിരുന്നു മറ്റൊന്നിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച് നിയോഗമായിരുന്നു, അമ്മ മാതാവേ, ഞാൻ ഇനി എഴുതാൻ പോകുന്നത് 7ാമത്തെ കേട്ടറ്റ് എക്സാമാണ്. അത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-ാം തീയതിയാണ്. ആ 7-ാം തീയതി എന്നുള്ള ആ ഒരു ഡേറ്റ് വെച്ച് ഞാൻ ഈ 7ാമത്തെ തവണയാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. ഈ 7ാമത്തെ തവണ എന്നെ ഈ എക്സാം പാസ്സാക്കാൻ നീ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് തന്നെയല്ല, എനിക്ക് ഈ എക്സാമിൽ ഒത്തിരി അടയാളങ്ങൾ അമ്മ മാതാവ് ചോദിച്ചു. ഞാൻ തുടക്കത്തിൽ 90 ദിവസത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ശരിക്കും യാന്ത്രികമായിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് ഓരോരുത്തരും സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ സുഗന്ധാഭിഷേകം ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെ വെറുതെ പ്രാർത്ഥിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ആദ്യത്തെ 90 ദിവസം. പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സാക്ഷ്യങ്ങൾ കാണുന്നത് വഴിയാണ്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇത്രത്തോളം ഉറച്ച ബോധ്യങ്ങൾ അമ്മ മാതാവും ഈശോയും തന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ അടയാളങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് 26 ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇവിടെ അവസാനം ഒരു സന്ദേശം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 14-നാണ്. ഞാൻ ഈ മാർച്ച് 14-ന് ഉടമ്പടി എടുത്ത ഈ ഒരു എക്സാമിൻ്റെ 26-ാം തീയതി വരെയുള്ള ഒരു സമയത്ത് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് 11:30 ഇരുന്ന് അത് തീരുന്നത് വരെ ഞാൻ കൂട്ടിയിട്ടുള്ള ഒരാളല്ല. എപ്പോഴും ഇരിക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ ആ പുറകെ പോകും. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കായിട്ട് പോകും. എനിക്കത് മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ 26-ാം തീയതിയിലെ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ധ്യാനമായിരുന്നു. അപ്പം അച്ഛൻ ഞാൻ ഈ കൃപാസനത്തിൽ ഇരുന്ന് എങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുന്നോ ആ ഒരു പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയാണ് ഞാൻ വീട്ടിലിരുന്ന് കൂടിയത്. എന്നെ ഒന്നും ശല്യം ചെയ്യാൻ വന്നില്ല. വളരെ ഭക്തിയോടുകൂടി ഞാൻ ഉടമ്പടി ധ്യാനം കൂടി. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഉടമ്പടി ധ്യാനം കൂടാനായിട്ട് ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. കാരണം ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഓരോ മനുഷ്യരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടിരിക്കുന്നുള്ളൂ. മാനസികമായിട്ട് എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ, നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത് കൈകൂപ്പി പിടിച്ച് ഇവിടെ ഇരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കുന്നോ അതേപോലെ ഞാനിരുന്ന് ഉടമ്പടി ധ്യാനം കൂടി. അങ്ങനെ കൂടുന്ന സമയത്ത് ലാസ്റ്റ് അച്ഛൻ സന്ദേശത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, കെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ കാര്യമാക്കിയില്ല, അതൊരു പേരാവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കാര്യമാക്കിയില്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, എനിക്കതിൻ്റെ വിശദീകരണങ്ങളൊന്നും അറിയില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാവാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിക്കറിഞ്ഞു പോയി. കാരണം എൻ്റെ നിയോഗമായിരുന്നു കേട്ടറ്റ് എക്സാം പാസ്സാവുക എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ ഉറച്ച ഒരു അടയാളമായിരുന്നു ആ ഒരു. അപ്പം അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ അകത്ത് ദൈവിക ചൈതന്യം വന്നു നിറയുന്നു, കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങൾ കർത്താവ് നീക്കുന്നു. ശരിക്കും അത് കെ എന്ന് പറയുന്ന ഒരു ലെറ്ററിലെ തടസ്സം മാത്രമായിരുന്നില്ല, എൻ്റെ ജീവിതത്തിലെ മുഴുവനായിട്ടുള്ള തടസ്സങ്ങളെ അമ്മ മാതാവ് എടുത്തു മാറ്റുമായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് തിരിയിലൊക്കെ ഓരോ രൂപങ്ങളൊക്കെ കാണുന്നതും അടയാളങ്ങൾ കാണുന്നതും. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഒരു ഹാർട്ട് ഷേപ്പിൽ എനിക്കൊരു തിരുഹൃദയത്തിൻ്റെ രൂപം കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരു തവണയും കൂടെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. ഇതൊക്കെ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിരുന്നു.
അങ്ങനെ എൻ്റെ എക്സാമായി സെപ്റ്റംബർ 18-ന് 2025 സെപ്റ്റംബർ 18-ന് എൻ്റെ കേട്ടറ്റിൻ്റെ എക്സാം ആയിരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 15-ന് വന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ട് എനിക്കിനി അടുത്ത എക്സാം എഴുതാൻ പോയാൽ മതി എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇറങ്ങി. അങ്ങനെ എനിക്ക് പിന്നീട് ജോസഫ് അച്ഛനെ ഇവിടെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി. പിന്നെ വെഞ്ചിരിച്ച കാശുരൂപം, അച്ഛൻ തന്ന വെഞ്ചിരിച്ച കാശുരൂപം, പിന്നെ എൻ്റെ ഹോൾ ടിക്കറ്റ് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെഞ്ചിരിച്ചു. അങ്ങനെ കൃപാസന, എനിക്കറിയില്ല, ഞാൻ എക്സാം എഴുതാൻ പോയത് ഫുൾ കൃപാസനം എൻ്റെ മാതാവിൻ്റെ കൂടെയായിരുന്നു. കാരണം അച്ഛൻ വെഞ്ചിരിച്ച് തന്ന ഹോൾ ടിക്കറ്റ്, അച്ഛൻ വെഞ്ചിരിച്ച് തന്ന കാശുരൂപം, പിന്നെ ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ എക്സാം സെൻറ്ററിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഒരു സൈഡിലിട്ടു. അതേപോലെ തന്നെ എൻ്റെ എക്സാം സെൻറ്ററിൻ്റെ പേര് സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഒരു സ്കൂളായിരുന്നു. അതിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 6 തവണ കേട്ടറ്റിൻ്റെ എക്സാം എഴുതാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് അലോട്ട് ചെയ്യുന്ന സ്കൂളും എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സ്കൂളുമാണ് ഈ സെൻറ്റ് മേരീസ് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഈ 6 തവണ എഴുതിയതിനോടിടയ്ക്ക് ഇന്നേ വരെ ആ ഒരു സ്കൂൾ ആർക്കും അലോട്ട് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, അമ്മ മാതാവ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. അതും ചുമ്മാതെയൊന്നുമല്ല, അടയാളങ്ങളോട് കൂടി തന്നെ. അപ്പോൾ സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് എക്സാം സെൻറ്ററിലേക്ക് കയറി പോവുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ഒരു 2-3 സെക്കൻഡ് സമയത്തേന് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. സാധാരണ ഞാൻ വളരെ പേടിച്ച് എനിക്ക് എന്തെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ച് എഴുതുന്ന എക്സാമാണ്. ഈ എക്സാം ഞാൻ ഒന്നും പേടിച്ചില്ല. ഞാൻ ഓരോ ആൻസേഴ്സും ബബിൾ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഓരോന്നും ബബിൾ ചെയ്യാൻ പോവാ, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, നീ എൻ്റെ കൂടെ ഉണ്ടാവണം, ഇനി എനിക്ക് നാണം കെടാൻ പറ്റത്തില്ല, എനിക്കിനി മറ്റുള്ളവരോട് മറുപടി പറയാൻ പറ്റത്തില്ല, എന്നെ നീ പാസ്സാക്കണേ അമ്മയെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഞാനിവിടെ സെപ്റ്റംബർ 15-ന് ഉടമ്പടി പുതുക്കാൻ വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അതും ഞാൻ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ മാതാവിനെ എടുക്കാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ, അമ്മയുടെ ഈശോയുടെയും ഹിതം അതാണെങ്കിൽ, എനിക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അർഹതയും യോഗ്യതയും ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മാതാവിനെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് കൈ പിടിക്കാനായിട്ട് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എനിക്ക് അമ്മ മാതാവിനെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് അവർ കൊണ്ടു തന്നത് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ മാതാവ്, എനിക്കറിയത്തില്ല, എൻ്റെ കൈ വിറച്ചാണ് ഞാൻ മാതാവിനെ ഇവിടെ വരെ എത്തിച്ചത്. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അങ്ങനെ മാതാവിനെ കിട്ടാൻ മാത്രമുള്ള യോഗ്യതകളൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതത്തിന് വിട്ടുകൊടുത്തപ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ പൂർണ്ണമായിട്ടും നിലനിന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി അടയാളങ്ങളോട് കൂടിയാണ് എൻ്റെ കേട്ടറ്റ് എക്സാം അമ്മ മാതാവ് എന്നെ ഈ 7ാമത്തെ പ്രാവശ്യം വിജയിപ്പിച്ചത്. പിന്നെ 7ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഡിസംബർ 7-ന് അമ്മ പ്രത്യക്ഷപ്പെട്ടതാ, ഈ 7ാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം ഈ 7ാമത്തെ തവണ എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ മാതാവും ഈശോയും എന്നെ 7ാമത്തെ തവണ കേട്ടറ്റ് എക്സാം പാസ്സാക്കി. പിന്നെ കേട്ടറ്റ് എക്സാം വന്ന ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ കഴിഞ്ഞ 2025 ഡിസംബർ 3-നാണ് എൻ്റെ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ അങ്ങനെ 90 മാർക്കായിരുന്നു എനിക്ക് വേണ്ട പാസ് മാർക്ക്. 90 മാർക്ക് മതിയെങ്കിലും മാതാവേ എന്ന് ചോദിച്ച സ്ഥാനത്ത് അമ്മ മാതാവ് എനിക്ക് 94 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് എൻ്റെ മുന്നിൽ വളരെ അസാധ്യമായിട്ട് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടറ്റെന്ന് പറയുന്നത്. ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച ഒരു കാര്യമായിരുന്നു. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എനിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ടാണ് ഈ എക്സാം എഴുതാൻ പോയത്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. പക്ഷേ എനിക്ക് അമ്മ മാതാവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പലരും റിസൾട്ട് വരുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചു, ഈ പ്രാവശ്യം എങ്ങനെയാ? പക്ഷെ ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഒത്തിരി അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ എക്സാം റിസൾട്ട് ഈ കഴിഞ്ഞ ഡിസംബർ 3-ന് എക്സാം റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അപ്പോൾ ഞാൻ അമ്മേനെ വയ്യാതെ കൊണ്ടുപോകുന്നത് 2024 ഡിസംബർ 3-നാണ് ഞാൻ അമ്മ മാതാവിനെ ആദ്യമായിട്ട് നേർച്ച നേരുന്നത്. അതേ ഡിസംബർ 3-ന് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമായ കേട്ടറ്റിനും അമ്മ മാതാവ് പരിഹാരം തന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 3-ന് ഞാൻ അങ്ങനെ കേട്ടറ്റ് എക്സാം 7ാമത്തെ തവണ എഴുതി പാസ്സായി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ ചോദ്യങ്ങളിൽ നിന്നും നാണക്കേടിൽ നിന്നും ഒക്കെ എന്നെ ഒഴിവാക്കിയതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഈ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം എൻ്റെ ഒരു കഴിവും ഇതിൻ്റെ അകത്തില്ല. ഞാൻ ഒന്നും പഠിക്കാതെ പോയി എഴുതിയ പരീക്ഷയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച് ഞാൻ പോയി എഴുതിയ പരീക്ഷയായിരുന്നു. അത് അമ്മ മാതാവ് എൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ കൃപയാൽ എന്നെ പാസ്സാക്കി തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും
കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അനിയൻ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവന് +2 നല്ല മാർക്ക് ലഭിക്കുവാനും അതേപോലെ തന്നെ തുടർന്ന് എന്തെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും സഹായിക്കണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് നിയോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവന് +2 നല്ല മാർക്ക് ലഭിക്കുകയും തുടർന്ന് അവന് ബികോമിന്, അത് ലാസ്റ്റ് ടൈമിലാണ്, ബികോം എന്നുള്ളൊരു ഇതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. അപ്പോൾ ബികോമിന് ലാസ്റ്റ് ടൈമിൽ അവന് ഒരു അഡ്മിഷൻ കിട്ടുകയും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ കൊടുക്കാൻ തുടങ്ങി. ഞാൻ വീടുകളിലും അതുപോലെ തന്നെ പള്ളികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, ഇതും എനിക്ക് സാക്ഷ്യത്തിൽ നിന്ന് കിട്ടിയതാണ്. അതായത് അമ്മ മാതാവിനോട് ഞാൻ ഫോട്ടോയെ നോക്കി എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയുന്നത് പോലെ, അമ്മ മാതാവിൻ്റെ ഫോട്ടോയെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അമ്മ മാതാവ്. ഞാൻ എല്ലാ കാര്യങ്ങളും, എനിക്ക് ആ തിരുഹൃദയത്തിൻ്റെ അടയാളം കിട്ടിയതുപോലും ഞാനിങ്ങനെ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് അമ്മ മാതാവിനോട് ഒരു റിലേഷൻ ഉണ്ടാക്കി തീർക്കാൻ സാധിച്ചു. പിന്നീട് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, കുർബാന എനിക്ക് പറ്റാവുമ്പോൾ ഒക്കെ ഞാൻ പോയി കൂടാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഉടമ്പടി ഉഴപ്പിയ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുമ്പസാരിക്കാനൊക്കെ നന്നായി മടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് കുമ്പസാരിക്കാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും, അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാലാവും വിധം മറ്റുള്ളവരെ കാണുമ്പോൾ എന്നാലാവും വിധം ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈബിൾ വായന അതാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ബൈബിൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ കൂടാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹിതത്തിനല്ല, അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഹിതത്തിന് വിട്ടുകൊടുത്താൽ നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവും ഈശോയും ഒന്ന് ചേർന്ന് നമുക്ക് നടപ്പാക്കി തരും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തനം 94:18 6 പ്രാവശ്യം കേറ്ററ്റ് എക്സാം എഴുതിയിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 6 പ്രാവശ്യം എഴുതി. പലപ്പോഴും പലരും ചോദിക്കുമായിരുന്നു എന്തുപറ്റി, റിസൾട്ട് എന്തായി എന്നൊക്കെ. അപ്പം പലപ്പോഴും നാണക്കെടുന്ന സാഹചര്യങ്ങൾ വന്നിരുന്നു. അവിടെയും പിന്നീട് ഒരു വഴിയേ ഉള്ളൂ, എൻ്റെ മെറ്റിൽ പറ്റത്തില്ല എന്ന് മനസ്സിലായി. എനിക്കതിന് സാധിക്കില്ല എന്ന്, അസാധ്യമാണെന്നാണ് ഈ മകൾ പറയുന്നത്. 6 പ്രാവശ്യം എഴുതി, എനിക്ക് സാധിക്കില്ല, എനിക്കിത് പാസ്സാവാനായിട്ട് എനിക്ക് പറ്റില്ല. പലപ്പോഴും പലരും പറഞ്ഞ് വേറൊരു മാർഗം നോക്കൂ എന്ന്, ഏതെങ്കിലും വേറൊരു പഠിത്തം ചെയ്യാൻ. പക്ഷേങ്കിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാരണം അതിനൊന്നും പോകാതെ കേറ്ററ്റ് എക്സാം തന്നെ ഒരു ലാസ്റ്റായിട്ട് ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് കരുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നമുക്കറിയാം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 അപ്പോൾ ഈ മകൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് 7-ാം തീയതിയാണ്, ഡിസംബർ 7-ാം തീയതി. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ ഞാനിത് 7ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം സമർപ്പിക്കുന്ന അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ നിയോഗം, ആദ്യത്തെ ഉടമ്പടി. അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ കൂടെ നിന്ന് ഈ 7ാമത്തെ തവണ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെ, കൃപാസനം അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഈ മകൾ നിയോഗം സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകളുടെ ഹോൾ ടിക്കറ്റ് ബ്ലസ് ചെയ്യുകയും അച്ഛനൊരു കാശിരൂപം കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെയും അമ്മയുടെയും വലിയ സാന്നിധ്യങ്ങളാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. നമുക്കറിയാം, രാവിലെ നീലത്തിരിയും വൈകുന്നേരം പച്ചത്തിരിയും നമ്മൾ കത്തിച്ച് പ്രാർത്ഥന ചെല്ലാറുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ തന്നെയാണ് മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ ഒരു രൂപം വരികയും തിരുഹൃദയത്തിൻ്റെ രൂപവും അങ്ങനെ പല രൂപത്തിൽ അമ്മ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു സാന്നിധ്യമാണ് ഈ മെഴുകുതിരിയിലൂടെ അമ്മ ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പിന്നീടെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമെല്ലാം ഒരു തടസ്സങ്ങൾ മാറുന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും 26/8/2025 ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത്, കെ എന്ന ലെറ്റർ കാണുന്നു,
ആ അനുബന്ധിച്ചുള്ള എന്തോ ആണ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെങ്കിൽ ആ വിഷയത്തിലേക്ക് ഒരു ദൈവിക ചൈതന്യമുണ്ട്, തടസ്സങ്ങൾ മാറുന്നു എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അനില അത് മുഴുവനായിട്ട് ഏറ്റെടുക്കുകയാണ്. അതെനിക്കുള്ള മെസ്സേജായിട്ട്, സന്ദേശമായിട്ടാണ് അനിലയ്ക്ക് മനസ്സിലായത്. അങ്ങനെ കേറ്ററ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് അവിടെയും ഈശോയും അമ്മയും ഈ മകൾക്കൊരു അടയാളം കൊടുത്തു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അന്നത്തെ ആ ധ്യാനത്തിൽ ഈശോയും അമ്മയും എൻ്റെ ജീവിതത്തിലെ കേറ്ററ്റ് എക്സാമിൻ്റെ തടസ്സം മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിയെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ മകൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും സാക്ഷ്യങ്ങൾ എന്നെ സഹായിച്ചുവെന്നും ആ സാക്ഷ്യങ്ങളിലൂടെയാണ് പലപ്പോഴും ഓരോ മെസ്സേജുകൾ വന്നുവെന്നുമാണ് അനില നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മെഴുകുതിരിയിലൂടെയൊക്കെ അമ്മ തന്നെ ആ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കിട്ടിയാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ പറയുന്നത്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ തന്നെയല്ല, പരിശുദ്ധ അമ്മയുടെ കൂടെ തന്നെയാണ്, കൃപാസനം അമ്മയുടെ കൂടെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയെന്നാണ്. കാരണം അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശുരൂപമായി അച്ഛൻ ബ്ലസ് ചെയ്ത് മാതാവിനെ തൊട്ട് ഹോൾ ടിക്കറ്റുമായിട്ട് വെഞ്ചരിച്ച തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഞാൻ 7ാമത്തെ പ്രാവശ്യം കേറ്ററ്റ് എക്സാം എഴുതുവാൻ പോകുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായി വെച്ച നിയോഗമാണ് കേറ്ററ്റ് എക്സാം. അത് പരിശുദ്ധ അമ്മയുടെ കൂടെ തന്നെയാണ് ഞാൻ പോയത്. തന്നെയുമല്ല, അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് കേറ്ററ്റ് എക്സാം തുറക്കുവാനുള്ള ഒരു അനുമതി കിട്ടിയ ഒരു സ്കൂളാണ് സെൻറ്റ് മേരീസ് സ്കൂള്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇത്രയും പ്രാവശ്യം 6 പ്രാവശ്യം എഴുതിയെങ്കിലും അങ്ങനെ ഒരു സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ ഇന്ന് 7ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 7ാമത്തെ തവണ കേറ്ററ്റ് എക്സാം പോയപ്പോൾ സെൻറ്റ് മേരീസ് എന്ന സ്കൂൾ, അവിടെയും അമ്മയുടെ സാന്നിധ്യം കിട്ടി. കൂട്ടുകാരും മൊത്തം മുകളിലോട്ട് പോയപ്പോൾ ഹാളിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പോയപ്പോൾ അവിടെ സുഗന്ധാഭിഷേകം തന്ന് അമ്മയുടെ സാന്നിധ്യം ഉറപ്പ് കൊടുക്കുകയാണ് ഈ മകൾക്ക്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സങ്കീർത്തനം 94 കേട്ടതുപോലെ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. എല്ലാ മെറിറ്റും പോകുമ്പോഴും നമ്മളെ മെറിറ്റാക്കി നിർത്തി നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ മകൾ പറയുന്നത്, എൻ്റെ പ്രാർത്ഥന കേട്ടു. ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട ആ അമ്മ തന്നെയാണ് 7ാമത്തെ തവണ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് നൽകി പാസ്സാക്കി തന്നുവെന്ന്. അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അസാധ്യമായ കാര്യമായിരുന്നു എന്നാണ് ഈ മകൾ പറയുന്നത്. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ഈ മകള് കേറ്ററ്റ് എക്സാം പാസ്സാവുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. കൂടാതെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബികോമിന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട്. അതും ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ നൽകിയത്. ഓരോ കാര്യങ്ങളിലും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യവും ആ കരുണയും വാത്സല്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ദുർബലങ്ങളെ സ്ഥൈര്യമാക്കി ശക്തമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ജീവിതത്തിൽ വീഴ്ചയുണ്ടായാലും ഉടമ്പടിയിലൂടെ ദൈവകാരുണ്യം, ദൈവകൃപ വീണ്ടും നമ്മെ ഉയർത്തും. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതിപ്പോകുന്ന സ്ഥിരതയാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെങ്കിൽ ഈ തളർത്തുന്ന പ്രശ്നങ്ങളിലെല്ലാം നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ കാല് വഴുതാതെ നിർത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയാണ് നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ വീഴ്ചയേക്കാൾ വലുതാണ് ദൈവകൃപയും ദൈവകാരുണ്യവും. ഉടമ്പടി ജീവിതത്തിൽ ഈശോയോടും കൃപാസന അമ്മയോടും ഈശോയും കൃപാസന അമ്മയും നമുക്ക് താങ്ങായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവാനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക്